നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ശക്തിയോടെ എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. കാരണം ഇതൊരു മാതൃകാ പ്രാർത്ഥനയാണ്. ഇതൊരു മാതൃക പ്രസംഗമല്ല. ഇന്ന് പ്രസംഗിച്ച് അതൊരു പ്രസംഗമായി പോയി, സോറി. പക്ഷെ ഇതൊരു പ്രസംഗമല്ല, പകരം ഇതൊരു പ്രാർത്ഥനയാണ്. പ്രസംഗിച്ചവൻ ജയിച്ചിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല ഒരിക്കൽ കൂടെ. പക്ഷെ പ്രാർത്ഥിച്ചവൻ തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ജയിക്കണം എന്നാഗ്രഹിക്കുന്നവർ മൈക്കിന്റെ മുൻപിൽ അല്ല നിൽക്കേണ്ടത്, ക്രൗഡിനെ അല്ല തേടേണ്ടത്, തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ മുട്ടിന്മേൽ നിന്നാണ്. ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ പ്രാർത്ഥിപ്പാൻ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന സകല വെല്ലുവിളികളും നിങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കുന്നത് നിങ്ങൾ കാണും. സോ ഇത് ശിഷ്യന്മാരുടെ പ്രാർത്ഥന. കാരണം ശിഷ്യന്മാർക്കാണ് കർത്താവ് ഇത് പഠിപ്പിച്ചത്. ഇത് കർത്താവ് പഠിപ്പിച്ചത് കൊണ്ട് ട്രഡീഷണലി ലാസ്റ്റ് 2000 years 2000 വർഷമായി സഭ വിളിച്ചു വരുന്നു കർത്താവിൻ്റെ പ്രാർത്ഥന. മാത്രമല്ല സ്തോത്രം, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ഇതൊരു മോഡൽ പ്രാർത്ഥന. സ്തോത്രം, കർത്താവിൻ്റേതെന്ന് പറയുന്ന 3 കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ആദ്യം നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ ഞങ്ങളുടേതെന്ന് പറയുന്ന നമ്മുടെ 3 കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഒന്നാമതായി നാം കേൾക്കുകയുണ്ടായി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്പർ 2, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. കഴിഞ്ഞ ആഴ്ച നാം കേട്ടു, അങ്ങയുടെ രാജ്യം വരണമേ. ഇന്ന് നമ്മൾ കേൾക്കുന്നു, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഇഷ്ടം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഇഷ്ടം. 3 ദിവസം കൺവെൻഷൻ പ്രസംഗിക്കാം. സ്തോത്രം. ഒരിക്കൽ കൂടെ, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഇഷ്ടം. സ്തോത്രം. ഇന്ന് പകൽ നാം കേൾക്കാൻ പോകുന്ന ദൂതിന്റെ തലക്കെട്ട് ഇതാണ്: ആർ യു ഇൻ ദ വിൽ ഓഫ് ഗാഡ്? ആർ യു ഇൻ ദ വിൽ ഓഫ് ഗാഡ്? നിങ്ങൾ ദൈവഹിതത്തിലോ? നിങ്ങൾ ദൈവഹിതത്തിലോ? നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിലോ എന്നല്ല, നിങ്ങൾ നിങ്ങളുടെ ഹിതത്തിലോ എന്നല്ല. എനിക്കിതാണ് ഇഷ്ടം, എനിക്കിതാണ് സൗകര്യം, എനിക്ക് ഇങ്ങനെ ജീവിക്കാനാണ് താല്പര്യം. നിങ്ങളുടെ താല്പര്യത്തെ നിങ്ങളാണോ എന്നല്ല, നോക്കിയേ, നിങ്ങളുടെ ഇഷ്ടത്തിലാണോ എന്നല്ല, പകരം ദൈവത്തിൻ്റെ ഹിതത്തിലാണോ? അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി അതെ കാണാതെ പഠിച്ചാട്ടെ. ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ് ഓൺ ദിസ് പ്ലാനറ്റ് എർത്ത് ഈസ് ദ വിൽ ഓഫ് ഗാഡ്. ഏറ്റവും സേഫസ്റ്റ് പ്ലേസ്, ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഇന്ത്യൻ പാർലമെന്റ് ഹൗസ് അല്ല, വൈറ്റ് ഹൗസ് അല്ല, അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസ് അല്ല, പുടിൻ്റെ സ്തോത്രം വ്ളാഡിമിർ പുടിൻ്റെ കൊട്ടാരമല്ല. ഏറ്റവും സേഫസ്റ്റ് പ്ലേസ്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ഹിതമാണ്. അതുകൊണ്ട് ദൈവഹിതത്തിൽ ജീവിപ്പാൻ, ദൈവഹിതത്തിൽ ശുശ്രൂഷിപ്പാൻ, ദൈവഹിതത്തിൽ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇറ്റ്സ് എ മിക്സ്ഡ് ജനറേഷൻ. ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഏതാണ് നല്ലത്, ഏതാണ് തീയത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത്, ആരാണ് അശുദ്ധിയിലായിരിക്കുന്നത്, ആരാണ് വിശുദ്ധിയിലായിരിക്കുന്നത്, ആരാണ് മഹത്വത്തിൽ മുന്നേറുന്നത്, ആരാണ് മഹത്വം കളഞ്ഞു ജീവിക്കുന്നത്, ആരാണ് ഇമ്മാനുവലിനെ ചുമക്കുന്നത്, ആരാണ് ഈ ഖാബോദിൽ ആയിരിക്കുന്നത്, അറിയത്തില്ല. അത് വേറൊരു പ്രസംഗം പിന്നെ പറഞ്ഞുതരാം. സ്തോത്രം. എന്നാൽ നമുക്കുള്ളതായ വെല്ലുവിളി ഇതാണ്: ദൈവത്തിൻ്റെ ഹിതത്തിൽ ആയിരിക്കുക. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇന്ന് പകൽ ഈ ദൂതിന്റെ മുൻപിൽ ചിലപ്പോൾ നിങ്ങൾ സ്തോത്രം പറയത്തില്ല, നിങ്ങൾ കൈയടിക്കത്തില്ല. പക്ഷേ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ടെലഗ്രാം ഇതാണ്: ആർ യു ഇൻ ദ വിൽ ഓഫ് ഗാഡ്?
നീ നിന്റെ സൗകര്യത്തിന് ജീവിക്കുന്നെങ്കിൽ തകർച്ച ഉറപ്പാണ്. നീ നിന്റെ ഹിതത്തിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ, നിന്റെ സൗകര്യത്തിലായിരിക്കുന്നുവെങ്കിൽ നീ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസാസ്റ്ററാണ്. ഈ ദൂത് ഒരു വാണിംഗ് പോലെ എനിക്ക് തോന്നുന്നു. ഇത് പലർക്കുമുള്ളതായ ഒരു മുന്നറിയിപ്പ് ആയിരിക്കാം. ഞാൻ ഉൾപ്പെടെയുള്ള പലർക്ക് ഇത് മുന്നറിയിപ്പായിരിക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ടൈറ്റാനിക് ന്യൂയോർക്ക് പട്ടണത്തെ ലക്ഷ്യമാക്കി മുന്നിലേക്ക് പോയപ്പോൾ 1, 2, 3 മുന്നറിയിപ്പാണ് ടൈറ്റാനിക്കിന് നേരെ കടന്നു വന്നത്. നിങ്ങളുടെ മുൻപിൽ ഐസ്ബർഗ് ഉണ്ട്, നിങ്ങളുടെ മുൻപിൽ ഐസ് കട്ടയുണ്ട്. സ്തോത്രം. ഒന്നാമത്തെ വാണിംഗ്, രണ്ടാമത് ആവർത്തിച്ചു, ഐസ്ബർഗ് ഉണ്ട്. മൂന്നാമതും ആവർത്തിച്ചു, ഐസ്ബർഗ് ഉണ്ട്, ഐസ് കട്ടയുണ്ട്. പക്ഷേ അഹങ്കാരം അവരെ തകർത്ത് കളഞ്ഞു. ഇന്ന് പകൽ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ. As an investor, what is one thing you regret the most? For me, it is when I see a good stock opportunity, but don't have enough funds to invest at that point. So how do you deal with it? Luckily, that is not a problem. ഫറവോന്റെ ഹൃദയം പിന്നെയും ദൈവാലോചന കേട്ടിട്ട് ഹൃദയം കഠിനപ്പെട്ടിരിക്കാതെ പകരം ആരോ തിരിച്ചു വരുവാനുണ്ട്. ദൈവത്തിന്റെ ഹിതത്തിലേക്ക് തിരിച്ചു വരുവാനുണ്ട്. ഹല്ലേലൂയ. ദൈവഹിതത്തിൽ തിരിച്ചു വരുവാൻ, ദൈവഹിതത്തിൽ ജീവിപ്പാൻ വലിയവരെയും ചെറിയവരെയും പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. എത്ര വിശ്വാസികൾ വന്നിട്ടുണ്ട്? എല്ലാ വിശ്വാസികൾ കരങ്ങൾ ഉയർത്തിയാണ്. എല്ലാ വിശ്വാസികൾ കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാ വിശ്വാസികൾ, വിശ്വാസിയല്ലയോ? എല്ലാ വിശ്വാസികൾ കരങ്ങൾ ഉയർത്തിയാട്ടെ. കരങ്ങൾ ഒന്ന് ചലിപ്പിച്ച എല്ലാ വിശ്വാസികൾ. ഓക്കെ, ഗുഡ്. എത്ര ശിഷ്യന്മാർ വന്നിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. എല്ലാ ശിഷ്യന്മാർ കരങ്ങൾ ഉയർത്തിയാട്ടെ. 50% ഉള്ളൂ. സ്തോത്രം. ബാക്കി എല്ലാം വിശ്വാസികളാണ്. എന്നാൽ വിശ്വാസികൾ നടക്കുന്നത് പലപ്പോഴും അവരുടെ വഴിയിലായിരിക്കാം. വിശ്വാസികൾ വടിക്കുന്നത്, അതേ, മുന്നേറുന്നത് അവരുടെ ആഗ്രഹത്തിലാണ്. എന്നാൽ ഒരു യഥാർത്ഥ ശിഷ്യൻ നടക്കുന്നത് അവന്റെ വഴിയിലല്ല. ശിഷ്യൻ ജീവിക്കുന്നത് അവന്റെ ഇഷ്ടത്തിനല്ല. ഞാൻ ആവർത്തിക്കുന്നു, ഒരു വിശ്വാസി നടക്കുന്നത്, ജീവിക്കുന്നത് അവന്റെ വഴിയിലും അവന്റെ ഇഷ്ടത്തിലാണെങ്കിൽ, ഒരു ശിഷ്യൻ ജീവിക്കുന്നത് ശിഷ്യന്റെ ഇഷ്ടത്തിലല്ല, ശിഷ്യന്റെ വഴിയിലുമല്ല. ഒരു ശിഷ്യൻ ജീവിക്കുന്നത് ഗുരുവിന്റെ ഇഷ്ടത്തിലാണ്. അവൻ നടക്കുന്നത് ഗുരുവിന്റെ വഴിയിലുമാണ്. കാരണം ഏറ്റവും ഫേമസ് ആയ വാക്യം മത്തായി 16:24, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, പറഞ്ഞാട്ടെ, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. 3 കാര്യം നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. നിങ്ങളൊരു ശിഷ്യനാണെങ്കിൽ തന്നെത്താൻ ത്യജിച്ച്, സെൽഫ് ഡിനായൽ, നിന്റെ പ്രോഗ്രാം, നിന്റെ ആഗ്രഹം, നിന്റെ അജണ്ട, സ്തോത്രം, അങ്ങനെ ഒരു പരിപാടിയില്ല. പകരം ദൈവത്തിൻ്റെ പ്രോഗ്രാം. രമേശ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ ജനം എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. സ്തോത്രം. ചിലപ്പോൾ ക്രൂശിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ കൂടെ, നീ ഒരു യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ നിന്റെ അജണ്ട ഇല്ല, നിന്റെ ആഗ്രഹമില്ല. സ്തോത്രം. പകരം സെൽഫ് ഡിനായലാണ്. തന്നെത്താൻ ത്യജിച്ച്, കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ, തന്നെത്താൻ ത്യജിച്ച്. 2, നിനക്കൊരു ക്രൂശുണ്ട്. നിനക്കൊരു ക്രൂശുണ്ട്. ക്രൂശ് ഇല്ലെങ്കിൽ, സ്തോത്രം, നീ ഒരു ക്രിസ്ത്യാനിയല്ല. യേശു പറഞ്ഞത് ഭദ്രാസനമോ സിംഹാസനമോ പദവിയോ പേരോ ഡിഗ്രിയോ വിസയോ സ്ഥാനമോ പണമോ നിന്റെ മേലുണ്ട് എന്നല്ല. നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിനക്ക് നിന്റെ ക്രൂശുണ്ട്. നിന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ക്രൂശുകൾ നിനക്കുണ്ടെങ്കിൽ താങ്ക് ഗോഡ്. ആ ക്രൂശിനായി സ്തോത്രം. പക്ഷേ ഞാൻ ഗ്യാരണ്ടിയായി പറയുന്നു, ആ ക്രൂശിൽ നീ പൊളിഞ്ഞു പോകത്തില്ല. നിനക്കൊരു റിസറക്ഷൻ ഉണ്ട്, നിനക്കൊരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. സോ സെൽഫ് ഡിനായലാണ്. തന്നെത്താൻ ത്യജിക്കുന്നു. 2, ക്രൂശ് എടുക്കുന്നു. നമ്പർ 3, യേശുവിനെ അനുഗമിക്കുന്നു. അർത്ഥം, വിശ്വാസി നടക്കുന്നത് സ്വന്തം ഇഷ്ടത്തിൽ നടക്കുമ്പോൾ, സ്വന്തം വഴി തിരഞ്ഞെടുക്കുമ്പോൾ, തനിക്ക് ഇഷ്ടമുള്ള വാതിലുകളിലൂടെ കടക്കുകയും അത് വരികയും ചെയ്യുമ്പോൾ, ഒരു യഥാർത്ഥ ശിഷ്യൻ കടക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, സ്വന്തം വാതിലുകളല്ല. കർത്താവ് നടക്കുന്ന വഴിയിലൂടെ നടക്കുന്നവൻ്റെ പേരാണ് സ്തോത്രം ശിഷ്യൻ. അർത്ഥം, സ്തോത്രം, ശിഷ്യൻ നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ ആയിരിക്കും. ഒരു യഥാർത്ഥ ശിഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലായിരിക്കും. ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ ജയമെന്ന് പറയുന്നത് ദൈവഹിതത്തിൽ ജീവിക്കാനാണ്. എഴുതിയെടുത്ത് കാണാതെ പഠിക്കുക. സ്തോത്രം. ദൈവഹിതം സർവജയം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ദൈവഹിതം സർവജയം. ദൈവഹിതം സർവജയം. സ്തോത്രം. എന്നാൽ രാത്രിയും പകലും എന്നതുപോലെ, കറുപ്പും വെളുപ്പും എന്നതുപോലെ, ഇരുളും വെളിച്ചവും എന്നതുപോലെ ഒരു മിക്സ് നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് അനലൈസ് ചെയ്ത് എടുക്കുവാൻ തക്കോണം കഴിയും. സ്തോത്രം. ഗോതമ്പും
ഗോതമ്പും സ്തോത്രം അതെ വിളയും പോലെ, അല്ലെങ്കിൽ ടേസ് ആൻഡ് വീറ്റ് ആൻഡ് ടേസ് കളയും പോലെ, ഗോതമ്പും കളയും എന്നതുപോലെ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. 10 കന്യകമാരുണ്ട്, പക്ഷേ അതിൽ 2 ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എണ്ണ ഉള്ളവരുണ്ട്, എണ്ണ ഇല്ലാത്തവരുണ്ട്. യേശു കർത്താവ് മറ്റൊരു ഉപമയിൽ പറഞ്ഞു, മത്തായി 25 സ്തോത്രം ഗോട്ട് ആൻഡ് ഷീപ്പ്. പറഞ്ഞാട്ടെ മലയാളത്തിൽ എന്താ ഗോട്ട് ആൻഡ് ഷീപ്പ്? സ്തോത്രം ചെമ്മരിയാടും കോലാടും, ചെമ്മരിയാടും കോലാടും. സ്തോത്രം. വീണ്ടും യേശു കർത്താവ് പറഞ്ഞു മത്തായി സുവിശേഷം 24:41 വാക്യത്തിൽ, സ്തോത്രം 2 പേർ തിരികല്ലിൽ പൊടിച്ചു കൊണ്ടിരിക്കും, ഒരാളെ രക്ഷപ്പെടും, മറ്റയാളെ നഷ്ടപ്പെടും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുത്തുകൊള്ളപ്പെടും, മറ്റയാൾ നഷ്ടപ്പെടും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, 2ന്റെ മിക്സർ നിങ്ങൾക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. 2, ഒന്ന് നഷ്ടപ്പെടുന്നതാണ്, മറ്റത് രക്ഷപ്പെടുന്നതാണ്. ഇന്ന് പകൽക്കാലം ദൈവഹിതം എന്ന വിഷയത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുന്നവരാകല്ലേ, പകരം ദൈവത്തിന് രക്ഷപ്പെടുന്നവരായിരിക്കണം. നിങ്ങൾ കളയുടെ കൂട്ടത്തിലല്ല, ഗോതമ്പിൻ്റെ കൂട്ടത്തിൽ. എണ്ണയില്ലാത്തവരല്ല, എണ്ണ ഉള്ളവരുടെ കൂട്ടത്തിൽ. സ്തോത്രം. നിങ്ങൾ ചെമ്മരിയാട് അതേ എൻ്റെ കൂട്ടത്തിലാണ്, അല്ലാതെ കോലാടിൻ്റെ കൂട്ടത്തിലല്ല. നിങ്ങൾ ഇഷ്മായേലിൻ്റെ പിന്തുടർച്ചക്കാരല്ല, നിങ്ങൾ ഇസഹാക്കിൻ്റെ പിന്തുടർച്ചക്കാർ. ആരെങ്കിലും ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ഏശാവിൻ്റെ പിന്തുടർച്ചക്കാരല്ല, നിങ്ങൾ യാക്കോബിൻ്റെ പിന്തുടർച്ചക്കാര്. ഹല്ലേലൂയ. നിങ്ങൾ ജാതികളുടെ വഴിയിൽ നടക്കുന്നവരല്ല, കർത്താവിൻ്റെ വഴിയിൽ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർ. ദൈവത്തിൻ്റെ ഹിതത്തിനായി സ്തോത്രം. ഈ 2 കൂട്ടരെ യൂഫ്രട്ടീസും ടൈഗ്രീസും പോലെ 2 കൂട്ടരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, യൂഫ്രട്ടീസും ടൈഗ്രീസും എന്നതുപോലെ 2 കൂട്ടരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വളരെ കൃത്യമായി പറയട്ടെ, ദൈവഹിതത്തിൻ്റെ 2 വശങ്ങൾ നിങ്ങൾക്ക്, 2 വിഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവഹിതത്തിൻ്റെ 2 വിഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്പർ 1 പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, നമ്പർ 2 പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. സ്തോത്രം. പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ആൻഡ് പെർമിസീവ് വിൽ ഓഫ് ഗോഡ്. എൻ്റെ മുൻപിലായിരിക്കുന്ന സ്തോത്രം 2 കൂട്ടരാണ് ഉള്ളത്. ഒന്ന് പെർമിസീവ് വിൽ ഓഫ് ഗോഡിൽ ജീവിക്കുന്നവർ, മറ്റൊന്ന് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിൽ ജീവിക്കുന്നവർ. മലയാളത്തിൽ പറഞ്ഞാൽ പൂർണ്ണഹിതത്തിൽ ജീവിക്കുന്നവരും അനുവദനീയമായ ഹിതത്തിൽ ജീവിക്കുന്നവരും. പൂർണ്ണഹിതത്തിൽ ജീവിക്കുന്നവരും അനുവദനീയമായ ഹിതത്തിൽ ജീവിക്കുന്നവരും. ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്ത് ചോദിക്കട്ടെ, ആർ യു ഇൻ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്? നിങ്ങൾ പൂർണ്ണ ഹിതത്തിലാണോ ആയിരിക്കുന്നത്, അതോ സ്വന്തം ഇഷ്ടത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? പൂർണ്ണ ഹിതത്തിലായിരിക്കുന്നു എങ്കിൽ 3 കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു. സെൽഫ് ഡിനായലായിരിക്കും, നിങ്ങൾക്കൊരു ക്രൂശ് ഉണ്ടായിരിക്കും, യേശുവിൻ്റെ വഴിയിലായിരിക്കും നിങ്ങൾ നടക്കുന്നത്. സ്തോത്രം. നിങ്ങൾ നടക്കുന്നത് അത് ദൈവത്തിൻ്റെ വഴിയിലായിരിക്കും. നിങ്ങളുടെ മേലൊരു ക്രൂശ് ഉണ്ടായിരിക്കും. നിങ്ങൾ സ്വയം ത്യജിച്ചിട്ടായിരിക്കും യേശുവിൻ്റെ പിന്നാലെ കടന്നു പോകുന്നത്. പെർഫെക്റ്റ് വിൽ ആയിരിക്കാൻ, പൂർണ്ണഹിതത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. എന്നാൽ പെർമിസീവ് വില്ലിൽ ആരാണോ ആയിരിക്കുന്നത്, അനുവദനീയമായ ഹിതത്തിൽ ആരാണോ ആഗ്രഹിക്കുന്നത്, അനുവദനീയമായ ഹൃദയത്തിൽ, ശ്രദ്ധിക്കുക, അനുവദനീയമായ പെർമിസീവ് വിൽ ഓഫ് ഗോഡിൽ ആരാണോ ആയിരിക്കുന്നത്, അതിന് വലിയൊരു കോൺസിക്വൻസ് ഉണ്ട്. അതിന് വലിയൊരു കോൺസിക്വൻസ് ഉണ്ട്. അതിന് വലിയ വില കൊടുക്കേണ്ടതായി കടന്നു വരും. പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിലല്ല, പെർമിസീവ് വിൽ ഓഫ് ഗോഡ് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അതിന് വലിയൊരു തിന്മയുടെ കോൺസിക്വൻസ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. സ്തോത്രം. പെർമിസീവ് വില്ലിൽ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. അതിന് സ്തോത്രം തിന്മയുടെ ഒരു ഫലമുണ്ട്. വേദപുസ്തകത്തിൽ പെർമിസീവ് വില്ലിൽ ദൈവം പൂർണ്ണഹിതമില്ലാതെ, പൂർണ്ണമായി ദൈവം നൽകാതെ തന്നെ പറ്റത്തുള്ളൂ, കിട്ടിയേ പറ്റത്തുള്ളൂ, അയ്യോ അത് ലഭിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പോക്കാണ് കർത്താവേ, തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ കൊണ്ട് പട്ടിണി കിടന്ന്, അനുവാസം എന്ന് പറയാൻ പറ്റുമോ, ഐ ഡോണ്ട് നോ, സത്യാഗ്രഹം കിടന്ന്, സ്പിരിച്വൽ സത്യാഗ്രഹം കിടന്ന് ദൈവത്തിൽ നിന്ന് തല്ലിപ്പഴിപ്പിച്ച് വാങ്ങുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് സ്തോത്രം പെർമിസീവിൽ. ആഡിയോ ഉപവാസം ക്യാൻസൽ ആയതുപോലെ എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, പകരം ദൈവം തരുന്നതാണ് നിങ്ങൾ മേടിക്കേണ്ടത്. കാരണം സ്തോത്രം, അതേ ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിച്ച് വാങ്ങുന്നുവെങ്കിൽ അതിന് കോൺസിക്വൻസ് ഉണ്ട്. സ്തോത്രം. അത് നന്മയായിരിക്കത്തില്ല. ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിച്ചല്ല വേണ്ടിയത്, ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിലാണ് ആയിരിക്കേണ്ടത്. ചില ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ, സ്തോത്രം, 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ, ശമൂവേലിൻ്റെ നാളിലെ ചരിത്രം നിങ്ങൾ നോക്കുമ്പോൾ, ശമൂവേലിൻ്റെ കാലത്ത് സ്തോത്രം തിരുവചനം പറയുന്നു, ഇസ്രായേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം അവർ രാജാവിനെ ചോദിച്ചു.
ഇസ്രായേൽ ദൈവത്തിനോട് ജാതികൾക്ക് രാജാവുണ്ട്, ജാതികൾക്ക് രാജാവുള്ളതുപോലെ ഞങ്ങൾക്കും രാജാവ് വേണമെന്ന് ചോദിച്ചത് ദൈവഹിതം അല്ല. ശ്രദ്ധിക്ക്, രക്ഷിക്കപ്പെടാത്ത ജാതികളെ പോലെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. കാരണം നിങ്ങളുടെ കയ്യിലൊരു ബൈബിളുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഈ ബുക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ക്രമപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും നിങ്ങൾ ക്രമീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണ്. ആ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നോക്കിയേ, ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കേട്ടവർ ആമേൻ പറഞ്ഞേ. ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ ഇസ്രായേലിന് പറ്റിയതായ അബദ്ധം ശമൂവേലിന്റെ നാളിൽ ഞങ്ങൾക്കും സ്തോത്രം അതേ ഒരു രാജാവിന് വേണ്ട. ഹിത്യർക്ക്, ഹിവ്യർക്ക്, യബൂസ്യർക്ക്, മറ്റ് ജാതികൾക്ക് രാജാവുണ്ടല്ലോ, ഞങ്ങൾക്കും രാജാവിന് വേണം. ശമൂവേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിവേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ശമൂവേലേ, നിന്നെയല്ല അവർ ത്യജിച്ചിരിക്കുന്നത്, അവർ എന്നെയാണ് ത്യജിച്ചിരിക്കുന്നത്. ഞാനായിരുന്നു അവർക്ക് രാജാവായിരുന്നത്. അർത്ഥം ദൈവമായിരുന്നു അവർക്ക് രാജാവായിരുന്നത്. ഓർക്കുക, ദൈവം അവരെ ഭരിച്ചതാ. ദൈവമായ കർത്താവ് അവർക്ക് രാജാവായിരുന്നത് കൊണ്ടാണ് ഫറവോൻ തകർന്നു പോയത്. ആരെങ്കിലും ആമയും പറയുമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞത്. ദൈവം അവരെ ഭരിച്ചത് കൊണ്ടാണ് ദൈവം അവർക്ക് വിടുതൽ കൊടുത്തത്. ദൈവം രാജാവായത് കൊണ്ടാണ് ആരും നടക്കാത്ത കടലിൽ ഹൈവേ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത്. ദൈവം രാജാവായത് കൊണ്ടാണ് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തത്. ദൈവം രാജാവായത് കൊണ്ടാണ് സ്തോത്രം ബാശാൻ രാജാവായ ഓഗിനെയും അതേ സീഹോനെയും ദൈവം തകർത്ത് കളഞ്ഞത്. ദൈവം രാജാവായത് കൊണ്ടാണ് അവർ ധരിച്ച വസ്ത്രം സ്തോത്രം പഴകാത്തത്, അവിടെ പാദങ്ങൾ നീര് വച്ച് വീർക്കാത്തത്, അവന്റെ ചപ്പൽ സ്തോത്രം തേഞ്ഞു പോകാത്തത്. ദൈവം രാജാവായതുകൊണ്ടാണ് ആ 30 ലക്ഷം പേരിൽ 40 വർഷക്കാലം ഒരൊറ്റ രോഗികൾ പോലും ഉണ്ടാകാതിരുന്നത്. നിങ്ങൾ സ്തോത്രം പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടെ പറയാ. 30 ലക്ഷം പേർക്ക് 40 വർഷക്കാലം ഒരു തുമ്മപ്പനി പോലും ഉണ്ടാകാതിരുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. 40 വർഷക്കാലം 30 ലക്ഷം പേർക്ക് ഒരു തുമ്മപ്പനി പോലും ഉണ്ടാകാതിരുന്നത് ദൈവം അവർക്ക് രാജാവാക ആയിരുന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങ് ഞങ്ങളുടെ രാജാവെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഭരിക്കണമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിന് മുഴുവൻ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. എൻ്റെ കുടുംബത്തിന് മുഴുവൻ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഴുവൻ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങനിക്ക് രക്ഷകൻ മാത്രമല്ല, അങ്ങനിക്ക് രാജാതി രാജാവാണ്. എൻ്റെ ഹിതം നടക്കല്ലേ, അങ്ങയുടെ ഹിതത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി 30 സെക്കൻഡ് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 29 അധ്യായം 5 വാക്യം പറയുന്നു, അവർ ധരിച്ച വസ്ത്രം പഴകിപ്പോയില്ല. ആവർത്തനം 29:5. അവർ ധരിച്ച വസ്ത്രം പഴകിപ്പോയില്ല. അതേ സ്തോത്രം, അവരുടെ അതേ ചപ്പല് തേഞ്ഞു പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. ഒരപ്പൻ തന്നെ മക്കളെ നടത്തുന്നത് പോലെ ദൈവമായ കർത്താവ് നടത്തിയെന്ന് ആവർത്തനം 29:4 പറയുന്നു. സ്തോത്രം, ഒരു കുറവുമില്ലാതെ ദൈവം നടത്തി. കാട പക്ഷിയെ ദൈവം കൊണ്ടുവന്നു. ദൂതന്മാരുടെ ഭോജനമാകുന്ന മന്നയെ ദൈവമായ കർത്താവ് പെയ്യിപ്പിച്ചു. രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞവർ കണ്ണു തുറക്കുമ്പോൾ തന്നെ മന്ന പെയ്തു കിടന്നു. കാരണം ദൈവം രാജാവായതുകൊണ്ട്. എന്നാൽ ദുഃഖം, കഷ്ടം, വേദന സംഭവിച്ചത് എപ്പോഴാണ്? അതേ ദൈവത്തെ അവർ ത്യജിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ വേണം. ശൗലിനെ ദൈവം രാജാവായി കൊടുത്തു. തുടർന്ന് നിങ്ങൾ പോയി വായിച്ചു നോക്ക്. കോൺസിക്വൻസ്, ഒത്തിരി പരാജയങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ അവർക്ക് നേരിട്ടു. സ്തോത്രം. എൻ്റെ ചോദ്യം ഇതാണ്, ആർ യു ഇൻ ദ വിൽ ഓഫ് ഗാഡ്? അദ്ദേഹം നിങ്ങൾ ദൈവഹിതത്തിൽ ആയിരിക്കുന്നു. ദൈവം രാജാവായിരുന്ന ഒരു കാലത്ത് അവർ ദൈവഹിതത്തിലായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങൾക്ക് രാജാവായി വേണ്ട, അതേ ജാതികളെ പോലെ ഞങ്ങൾക്ക് രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവഹിതത്തിൽ നിന്ന് പുറത്തുപോയി എങ്കിൽ നിങ്ങൾക്കും എനിക്കുമുള്ള വെല്ലുവിളി ഇതാണ്, ആരാണ് നിന്റെ ജീവിതത്തെ ഭരിക്കുന്നത്? ആര് പറയുന്നത് കേട്ടാണ് നിന്റെ കുടുംബത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്? സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം വേദപുസ്തകം പറയുന്നു, ദൈവം ആലോചനകൾ വലിയവനാണ്. നിങ്ങളുടെ അങ്കിളും ആന്റിയും കൗൺസിലും അതേ വക്കീലും പോലീസ് സ്റ്റേഷനും പറയുന്നത് കേട്ടല്ല നീ ജീവിക്കേണ്ടത്. ജാതികളെ പോലെയല്ല നീ ജാതികളെ പോലെയല്ല നീ ജീവിക്കേണ്ടത്. ദൈവഹിതം മാത്രം നിന്റെ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവഹിതം സർവജയം. കേൾക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്
രണ്ടാമതായി വേദപുസ്തകം പറയുന്നു പെർമിസീവ് വില്ലിന്റെ രണ്ടാമത്തെ എക്സാമ്പിളാണ് ബിലിയാമിന്റെ വഴി. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. യൂദയുടെ ലേഖനത്തിലും ആവർത്തിച്ച് നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ബിലിയാം ജീവിച്ചത് പെർമിസീവ് വില്ലിലായിരുന്നു. സ്തോത്രം. അതെ, ബിലിയാം ജീവിച്ചത് ദൈവത്തിന്റെ ഹിതത്തിൽ അല്ലായിരുന്നു, പകരം ബിലിയാം ജീവിച്ചത് സ്വന്തം സ്തോത്രം അതേ വഴിയിൽ ആയിരുന്നു. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ യു ക്യാൻ ഹിയർ അബൌട്ട് ബാലാം, ബിലയാമിനെ കുറിച്ച് കാണുവാൻ കഴിയും. സ്തോത്രം. എവിടെയാണ് ആ ചരിത്രം എഴുതിയിരിക്കുന്നത്? പഴയ നിയമത്തിൽ ഇസ്രായേൽ സഭ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോഴാണ്. സംഖ്യാപുസ്തകം 22-23 അധ്യായത്തിൽ നിങ്ങൾക്ക് വായിക്കുവാൻ കൊണ്ട് കഴിയും. ബാരാക്ക് എന്ന് പറയുന്ന ജാതിയത്തെ രാജാവ് ബിലിയാമിനെ വാടകയ്ക്കെടുത്ത് സ്തോത്രം ഇസ്രായേലിനെ ശപിക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് നേരെ ശാപം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർക്ക് നേരെ കുറ്റം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ശ്രദ്ധിക്ക്. നീ എന്താണോ പറയുന്നത് അതാണ് നിന്നിൽ തിരിച്ചു വരുന്നത്. നിങ്ങൾ എന്നെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ എന്നെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ, ആരും മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെ നോക്കി എന്ത് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ, ഇറ്റ് ഈസ് ലൈക്ക് എ മിറർ. അതൊരു കണ്ണാടി പോലെയാണ്. നന്മ പറഞ്ഞാൽ നന്മ തിരിച്ചു വരുന്നു. സ്തോത്രം. തിന്മ പറഞ്ഞാൽ തിന്മ തിരിച്ചു വരുന്നു. അടുത്തിരിക്കുന്നവരത്തോട്ട് പറ, വിതയ്ക്കുന്നത് കൊയ്യും. പെട്ടെന്ന് പറഞ്ഞേ, വിതയ്ക്കുന്നത് കൊയ്യും. ബിലയാം ഇതാ വിലക്കെടുത്ത് ബാരാക്ക് കൊണ്ടുപോയി ശിലാഗിരികളിൽ കയറി, അർത്ഥം മലകളിൽ കയറി, താഴ്വരയിൽ തമ്പടിച്ചിരിക്കുന്ന ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഇസ്രായേലിനെ നോക്കി നീ ഒന്ന് ശപിക്കെന്ന് പറഞ്ഞു. തിരുവചനം പറയുന്നു, സ്തോത്രം, ബിലയാം ആ ശിലാഗിരികളിൽ മലകളിൽ കയറി താഴേക്ക് നോക്കിയപ്പോൾ ഇതാ സ്തോത്രം 3 ഗോത്രം കിഴക്ക്, 3 ഗോത്രം പടിഞ്ഞാറ്, 3 ഗോത്രം തെക്ക്, 3 ഗോത്രം വടക്ക്. ഒരിക്കൽ കൂടെ ആരും സ്തോത്രം പറഞ്ഞില്ല. 3 ഗോത്രം സ്തോത്രം കിഴക്ക്, 3 ഗോത്രം പടിഞ്ഞാറ്, 3 ഗോത്രം തെക്ക്, 3 ഗോത്രം വടക്ക്. ആർക്കെങ്കിലും മനസ്സിലായോ? ക്രൂശിന്റെ അടയാളത്തിൽ വാഗ്ദത്തത്തിലേക്ക് മാർച്ച് ചെയ്തവൻ ക്യാമ്പ് ചെയ്യുകയാണ്. അവനെ മൂടിയിരുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. 2 കാര്യം. ക്രൂശ് എന്ന അടയാളത്തിൽ, മഹത്വത്തിന്റെ തണലിൽ. ക്രൂശിന്റെ അടയാളത്തിൽ, മഹത്വത്തിന്റെ തണലിൽ. ഹല്ലേലൂയ. എങ്ങോട്ടാ പോകുന്നത്? വാഗ്ദത്തത്തിലേക്കാ പോകുന്നത്. എടോ, എങ്ങോട്ടാ പോകുന്നത്? ആന്റി, അങ്കിളെ, സഹോദരനെ, സഹോദരിയ, എങ്ങോട്ടാ പോകുന്നത്? കുഴിയിലോട്ടല്ല ഞാൻ പോകുന്നത്, ഞാൻ എൻ്റെ വാഗ്ദത്തത്തിലേക്കാ പോകുന്നത്. വാഗ്ദത്തത്തിലേക്ക് പോകുന്ന നിന്നെ തകർക്കാനും നിന്നെ തടയുവാനും ഒരു ശക്തിക്കും വ്യക്തിക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറയും? അറ്റ്മോസ്ഫിയർ മാറട്ടെ. അറ്റ്മോസ്ഫിയർ മാറുകയാണ്. കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിലേക്കൊരു കുതിപ്പ് ഈ ജനത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ പ്രഖ്യാപിക്കുന്നു. വാഗ്ദത്തത്തിലേക്കുള്ള ഒരു കുതിപ്പ് ഈ ജനത്തിന്മേൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. 2 കണ്ടീഷൻ. ക്രൂശിന്റെ നിഴലിൽ, മഹത്വത്തിന്റെ തണലിൽ. ക്രൂശിന്റെ നിഴലിൽ, മഹത്വത്തിന്റെ തണലിൽ ആ ജനം മുന്നിലേക്ക് കടന്നു പോകുകയാണ്. അവരെ ശപിക്കാനാണ് ക്രൂശിന്റെ നിഴലിൽ മഹത്വത്തിന്റെ തണലിലുമായിരുന്ന ആ ജനത്തെ ശപിപ്പാൻ സ്തോത്രം ബിലിയാമിനെ ബാരാക്ക് വാടകയ്ക്കെടുക്കുമ്പോൾ ബിലിയാം ആദ്യം ചോദിച്ചു, ഞാൻ പോകണമോ? ഫസ്റ്റ് വോയിസ് ദൈവം പറഞ്ഞു, പോകല്ലേ. ഫസ്റ്റ് വോയിസ്, ഒന്നാമത്തെ ശബ്ദമാണ് നീ കേൾക്കേണ്ടത്, അനുസരിക്കേണ്ടത്. ഒന്നാമത് ദൈവം പറഞ്ഞു, സ്തോത്രം, പോകല്ലേ. പിന്നെയും നിർബന്ധിച്ചു. അച്ചാച്ചൻ്റെ കയ്യിലെ അതേ പൈസ നോക്ക്, രാജാവാ വിളിക്കുന്നത്. ഓ സ്തോത്രം. പിന്നെയും നിർബന്ധിച്ചു. പെർഫെക്റ്റ് വില്ലിൽ നിന്ന് പുറത്തിറങ്ങി പെർമിസീവില്ലായി തീർന്നു. ശ്രദ്ധിക്ക്. 2ാമത്തെ ശബ്ദമല്ല നിനക്ക് വേണ്ടിയത്, 3ാമത്തെയോ 4ാമത്തെയോ ശബ്ദമല്ല നിനക്ക് വേണ്ടിയത്. ഹൗവ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഹൗവ വെച്ച് പറഞ്ഞേനെ, 1ാമത്തെ ശബ്ദത്തിൽ ഞാൻ പിഴച്ചുപോയി. ഓ, ആരോട് പറയാൻ? ഹല്ലേലൂയ. ഫസ്റ്റ് വോയിസ്, 1ാമത്തെ ശബ്ദത്തിൽ ഞാൻ പിഴച്ചുപോയി. 1ാമത്തെ ശബ്ദം നീ മിസ് ചെയ്താൽ, 1ാമത്തെ ശബ്ദത്തിൽ പിഴച്ചുപോയാൽ നീ പോകുന്നത് പെർഫെക്റ്റ് വില്ലിലല്ല, പെർമിസീവ് വില്ലിലത്രേ. 1ാമത്തെ ശബ്ദം എനിക്ക് വേണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ജനത്തെ ശപിച്ചവൻ അടുത്ത യുദ്ധത്തിൽ അവൻ തകർക്കപ്പെട്ടു. എൻ്റെ ചോദ്യം ഇതാണ്, ആർ യു ഇൻ ദ വിൽ ഓഫ് ഗോഡ്? നീ ദൈവഹിതത്തിലായിരിക്കുന്നോ? അതേ ബിലയാമേ, നീ ദൈവഹിതത്തിലാണോ സഞ്ചരിക്കുന്നത്? നീ നിന്റെ യാത്രകളെ തിരഞ്ഞെടുക്കുമ്പോൾ, നിന്റെ ചോയ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, നിന്റെ ബിസിനസ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ, നിന്റെ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ വിവാഹം തിരഞ്ഞെടുക്കുമ്പോൾ, അതേ മറ്റും കാര്യങ്ങൾ ഭൗതികമായി ആത്മീയമായി തിരഞ്ഞെടുക്കുമ്പോൾ, നാളെ കരയാതിരിക്കാൻ, നാളെ വിലപിക്കാതിരിക്കാൻ, നാളെ വേദനിക്കാതിരിക്കാൻ, കമോൺ, ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് പൊസിഷൻ ചെയ്യാം. ഐ മസ്റ്റ് ബി ഇൻ ദ വിൽ ഓഫ് ഗോഡ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നാളത്തെ കരച്ചിലല്ല നിനക്ക് വേണ്ടിയത്, നാളത്തെ ആഘോഷമാണ് നിനക്ക് വേണ്ടിയത്. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാണ്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, അതെ, പെർമിസീവ് വിൽ, പെർഫെക്റ്റ് വില്ലിൽ നിന്ന് പൂർണ്ണഹിതത്തിൽ നിന്ന് അനുവദനീയമായ ഹിതത്തിലേക്ക് പ്രവേശിക്കുന്നവന്റെ ഗതികേട് എനിക്ക് പറയാനുള്ളത് ഹിസ്കിയാവിനെ കുറിച്ചാണ്. ഹിസ്കിയാവിനെ കുറിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 38-ാം അധ്യായം. ഹിസ്കിയാവ് അർബുദ വ്യാധി പിടിച്ചു. യെശയ്യാവ് വന്നു പറഞ്ഞു, നീ സൗഖ്യമാകയില്ല, നീ മരിച്ചു പോകും. ഹിസ്കിയാവ് ചുവരന് നേരെ മുഖം തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, സ്തോത്രം വായിച്ചിട്ടുള്ളതാണ്, അനേകരോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഹിസ്കിയാവ് വൈദ്യന്മാരിലേക്കല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞപ്പോൾ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, എന്താ സംഭവിച്ചത്? വേദപുസ്തകം പറയുന്നു, 15 സംവത്സരം അവന്റെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കി കൊടുത്തു. 15 സംവത്സരം ദൈവം ആ ആയുസ്സിനെ, ഹിസ്കിയാവിന്റെ ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്തു. ആഹാസിന്റെ കടികാരം, സ്തോത്ര, പിന്നിലേക്ക് തിരിഞ്ഞു. നല്ല കാര്യം. എല്ലാവരുടെ വാച്ച് മുന്നിലേക്ക് പോകുമ്പോൾ, എല്ലാവരുടെ കലണ്ടർ മുന്നിലേക്ക് പോകുമ്പോൾ, എല്ലാവരുടെ വാച്ച് മുന്നിലേക്ക് ഓടുമ്പോൾ, എല്ലാവരുടെ കലണ്ടർ മുന്നിലേക്ക് പോകുമ്പോൾ, ഹിസ്കിയാവ് പറഞ്ഞു, എൻ്റെ വാച്ച് പിന്നിലേക്കാണ് തിരിഞ്ഞത്. ആകാശിന്റെ കടികാരം പിന്നിലേക്ക് തിരിഞ്ഞു. യൂട്യൂബിലാവ് ദൂതുണ്ട്, ചെന്ന് കേട്ടാട്ടെ, സമയം തോറ്റു, നമ്മൾ ജയിച്ചു. ഹല്ലേലൂയ. അർത്ഥം, സ്തോത്രം, പ്രായം നിന്റെ മുൻപിൽ വഴിമാറും, ദൈവത്തിന്റെ വിടുതൽ നടന്നാൽ. സമയം തോൽക്കും, യേശു ഉള്ളവൻ ജയിക്കും. 15 സംവത്സരം ദൈവം ദീർഘമാക്കി കൊടുത്തു. നമ്മളെല്ലാവരും കരങ്ങളടിച്ചു, നമ്മളെല്ലാവരും സന്തോഷിച്ചു. ഹിസ്കിയാവിന് 15 സംവത്സരം, സ്തോത്രം, ദൈവം ദീർഘമാക്കി കൊടുത്തു. ശുഭം, സ്വസ്ത്രം, സമാധാനം, നല്ല സഭായുഗം നമ്മൾ പിരിഞ്ഞു പോയി. പക്ഷേ ഇന്ന് പകൽക്കാലമുള്ള ചോദ്യം ഇതാണ്, ഹിസ്കിയാവിൻ്റെ കുറിച്ചുള്ള ചോദ്യം. ആ 15 വർഷം കൊണ്ട് അവൻ എന്താണ് ചെയ്തത്? ദൈവം അവന് ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്തു. പക്ഷേ ആ 15 വർഷത്തിൽ അവൻ എന്താ ചെയ്തത്? കോവിഡ് വന്നു, ഒത്തിരി എണ്ണം തൊലഞ്ഞു. നിനക്ക് ദൈവം ആയുസ്സിനെ ദീർഘമാക്കി, നീ എന്താ ചെയ്യുന്നത്? നിന്നെക്കാൾ ആഹാരം കഴിച്ചവർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്നില്ല, അവരെ പൊതിഞ്ഞു കെട്ടിയാണ് വീട്ടിൽ കൊണ്ടുവന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ മരണത്തിൻ്റെ കെട്ടുകളെ ദൈവം അടിച്ച് ജീവനുള്ള ദേശത്ത് ദൈവമായ കർത്താവ് ദൈവം നിന്നെ നിർത്തിയെങ്കിൽ, നിന്റെ ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും, ഓരോ ദിവസവും, ഓരോ സെക്കൻഡ് കൊണ്ട് നീ എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. ഞാനും ഇന്ന് പകൽക്കാലം കണ്ണ് തുറക്കാൻ ദൈവം ഭാഗ്യം നൽകി. നമ്മളിന്ന് പകൽ കണ്ണ് തുറന്നപ്പോൾ എല്ലാവരെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. കൈ ചലിപ്പിച്ചു, അപ്പോൾ കൈ ചലിക്കുന്നുണ്ട്, കാല് ചലിക്കുന്നുണ്ട്. ആരോ വന്നല്ല എണീപ്പിച്ചത്, നമ്മളങ്ങ് എണീക്കുകയായിരുന്നു. കം ഓൺ, ഹല്ലേലൂയ. ഇന്നലെ രാത്രി നമ്മളെക്കാൾ ഭക്ഷണം കഴിച്ച് കിടന്ന ഒത്തിരി പേർ അതേ പരസഹായത്തോടെ പിടിച്ച് എഴുന്നേറ്റപ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൃപയാൽ ഹല്ലേലൂയ നമ്മളങ്ങ് എഴുന്നേറ്റു. അതിനായി ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്നലകളിൽ നമ്മളെക്കാൾ ആരോഗ്യത്തോടെ ജീവിച്ചവർ വസ്ത്രം ഉടുക്കാൻ കഴിയാതെ ആരൊക്കെ അവർക്ക് ഉടുത്തു കൊടുത്തപ്പോൾ, നോ 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 ഈ നല്ല ഞായറാഴ്ച നമ്മൾ വസ്ത്രമെടുത്ത് നമുക്ക് തന്നെ ഉടുക്കുവാൻ ദൈവം കൃപ ചെയ്യുകയുണ്ടായി. പലരെ കാപ്പി കുടിച്ചപ്പോൾ പുറത്തേക്ക് പോയി സ്ട്രോക്ക് എന്നാണ്ട് പറഞ്ഞു. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മൾ കുടിച്ചതായ ചായയും കാപ്പിയും പുറത്തു പോയില്ല, അത് തൊണ്ടക്കുഴിയുടെ താഴേക്ക് പോകുവാൻ ദൈവം കൃപ തന്നെങ്കിൽ നന്ദിയുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും പരസഹായത്തോടെ വന്നപ്പോൾ, പലരും പരസഹായത്തോടെ നടന്നപ്പോൾ, പലരും വടികുത്തി നടന്നപ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവം തന്ന 2 കാലുകളിലൂടെ സന്തോഷത്തോടെ നടന്നു വരാൻ ദൈവം കൃപ നൽകിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പലരും വില കൊടുത്ത് വെന്റിലേറ്ററിലൂടെ, ഓക്സിജൻ സിലിണ്ടറിലൂടെ ഓക്സിജൻ വില കൊടുത്ത് വാങ്ങുമ്പോൾ ദൈവം തന്ന ഓക്സിജൻ ഫ്രീ ആയി ശ്വസിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ചത്തോന്മാര് വീട്ടിൽ പോട്ടെ. ദൈവം തന്ന ആരോഗ്യത്തിന്, ദൈവം തന്ന ബലത്തിന്, ദൈവം തന്ന സുഖത്തിന്, ദൈവം തന്ന ദിവസങ്ങൾക്ക്, ആഴ്ചകൾക്ക്, മാസങ്ങൾക്ക്, വർഷങ്ങൾക്കായി സ്തോത്രം. പക്ഷെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള ആ ദിവസങ്ങൾ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ വാഴാനല്ല മാസങ്ങൾ, വർഷങ്ങൾ എല്ലാം അങ്ങേ മഹത്വത്തിനായി. കമാൺ സഭ പറയണം, എനിക്ക് എൻജോയ് ചെയ്യാനുള്ളതല്ല, എൻ്റെ അച്ചാച്ചനല്ല, എൻ്റെ അവൾക്കല്ല, എൻ്റെ പിള്ളേർക്കല്ല, എല്ലാം അങ്ങേ മഹത്വത്തിനായി.
എടോ ഹിസ്കിയാവേ, 15 സംവത്സരം ദൈവം നിനക്ക് നൽകിയെങ്കിൽ നീ ജീവിക്കേണ്ടിയിരുന്നത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ 2 മിസ്റ്റേക്കാണ് എനിക്ക് കാണുവാൻ തക്കോണം കഴിഞ്ഞത്. വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 20-21 അധ്യായങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാട്ടെ. 1 രാജാക്കന്മാർ 20-21 2 പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമ്പർ 1, ശത്രുക്കളെ ഹിസ്കിയാവ് വിളിച്ചു വരുത്തി തൻ്റെ ആയുധപുര തുറന്ന് കാണിച്ചു. ഒരിക്കൽ കൂടെ ശത്രുക്കളുടെ മുൻപിൽ തന്റെ ആയുധപുര തുറന്ന് കാണിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, സ്തോത്രം, നിന്റെ ജീവിതകാലം കഴിഞ്ഞ ശേഷം ഇതേ ശത്രു വന്ന് നിന്റെ സന്താനത്തെ, ഈ രാജ്യത്തെ പരാജയപ്പെടുത്തും. ശത്രുവിന് നീ വാതിൽ തുറന്നു കൊടുത്തു. ഓ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം ശത്രുവിന് എതിരെ വാതിലുകൾ അടയട്ടെ. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവരോടും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് അരുളി ചെയ്ത മഹത്വത്തിന്റെ രാജാവിന് വേണ്ടി മാത്രം വാതിലുകൾ തുറക്കട്ടെ. ശത്രുവിന്റെ മുൻപിൽ വാതിലുകൾ അടയട്ടെ. ഹിസ്കിയാവ് ശത്രുവിന്റെ മുൻപിൽ വാതിൽ തുറന്നു കൊടുത്തു. 1ാമത്തെ മിസ്റ്റേക്ക്. നമ്പർ 2, അവൻ മനശ്ശെ ജനിച്ചു. മനശ്ശെ ഏറ്റവും വിക്കറ്റ് കിങ്, ഏറ്റവും അനുസരണം കെട്ട, ഏറ്റവും ദുഷ്ടനായ രാജാവായിരുന്നു മനശ്ശെ. മനശ്ശയുടെ പാപം നിമിത്തമാണ്, സ്തോത്രം, ആ രാജ്യം തന്നെ നഷ്ടപ്പെട്ടത്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, മനശ്ശയുടെ പാപം നിമിത്തമാണ് ആ രാജ്യം നഷ്ടപ്പെട്ടത്. മനശ്ശെ ജനിക്കാതിരുന്നു എങ്കിൽ ആ രാജ്യം നഷ്ടപ്പെടത്തില്ലായിരുന്നു. പെർമിസീവില്ലായി പോയി ആ 15 വർഷം. ദൈവം നിനക്ക് തരുന്ന ആയുസ്, വർഷം, മാസം പെർമിസീവില്ലിന് വേണ്ടിയല്ല നീ ഉപയോഗിക്കേണ്ടത്. ദൈവം തരുന്ന ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും ഞാനും നീയും ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. 2 കരങ്ങളെ ഉയർത്തി സമർപ്പണത്തോടെ, ആഴമായ സമർപ്പണത്തോടെ, തകർന്ന ഹൃദയത്തോടെ, നനഞ്ഞ കണ്ണോടെ ഡെഡിക്കേറ്റ് ചെയ്താട്ടെ, സമർപ്പിച്ചാട്ടെ. ഒരു ഡെഡിക്കേഷൻ സർവീസ് ആകട്ടെ. കമോൺ, ഒരു ഡെഡിക്കേഷൻ സർവീസ് ആകട്ടെ. ഈ മൈക്കിലൂടെ എൻ്റെ ശബ്ദം കേൾക്കണ്ട, നിങ്ങളുടെ നിലവിളി ശബ്ദം ഉയരട്ടെ. കരങ്ങളെ ഉയർത്തി, ശബ്ദം ഉയർത്തി പറഞ്ഞേ, അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ ജീവിക്കട്ടെ. കമോൺ, കരങ്ങൾ ഉയർത്തിയിരിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കട്ടെ. ഒരു മനശ്ശെ എൻ്റെ ജീവിതത്തിൽ. കമോൺ, യെസ്, ഗോ ഹെഡ് ആൻഡ് ഡെഡിക്കേറ്റ് യുവർസെൽഫ്. 2 കരങ്ങളെ ഉയർത്തി കണ്ണുനീരോടെ കരയാൻ നിങ്ങൾക്കറിയാം. യെസ്, കരയാൻ നിങ്ങൾക്കറിയാം. കരയാൻ ട്യൂഷൻ എടുക്കേണ്ട. ദൈവഹിതത്തിൽ ഞാൻ ജീവിക്കട്ടെ. ശത്രുവിൻ്റെ മുൻപിൽ വാതിൽ തുറക്കല്ല. ഒരു മനശ്ശെ ജനിക്കല്ല. എൻ്റെ ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ നിമിഷവും ദൈവ നാമ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞേ. മനശ്ശെ ജനിക്കരുത്, ശത്രുവിൻ വാതിൽ തുറക്കരുത്. ഹിസ്കിയാവ് ജീവിച്ചത് പെർമിസീവില്ലായതുകൊണ്ട് ആ രാജ്യം തകർക്കപ്പെട്ടു. വീണ്ടും വേദപുസ്തകം പറയുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, അതെ, പ്രോഡിഗൽ സൺ, സ്തോത്രം, ധൂർത്തപുത്രൻ. യേശു കർത്താവ് പറഞ്ഞ ലൂക്കോസ് 15-ാം അധ്യായത്തിലെ ഉപമയാ ആണ്. സ്തോത്രം, ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അപ്പൻ മരിച്ചിട്ടാണ്, സ്തോത്രം, മക്കൾക്ക് സ്വത്ത് വരേണ്ടത്. ഒരിക്കൽ കൂടെ, അപ്പൻ മരിച്ചിട്ടാണ് അപ്പൻ്റെ സ്വത്ത് മക്കൾക്ക് വരേണ്ടത്. പക്ഷേ ഈ 2ാമത്തെ പുത്രൻ ചെയ്തത്, അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആ സ്വത്തിനെ ചോദിച്ചു. അപ്പൻ കൊടുത്തു. ദൈവം ഏതാണ്ട് തന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഏതാണ്ട് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് അത് ദൈവഹിതമാകണമെന്നില്ല. ഓ, എന്തൊരു ശാന്തത! ദൈവം ഏതാണ്ട് എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അത് ദൈവഹിതം ആകണമെന്നില്ല. സ്തോത്രം, നീ ആ വീട്ടിൽ തന്നെ വസിക്കണം എന്നുള്ളതാണ് അപ്പൻ്റെ ഇഷ്ടം. നിനക്ക് കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി, you supposed to stay in that house. കാരണം യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യം പറയുന്നു, പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പക്ഷേ പുത്രൻ. എത്ര പുത്രന്മാർ വന്നിട്ടുണ്ട്, എത്ര പുത്രിമാർ വന്നിട്ടുണ്ട്. സ്തോത്രം, പുത്രന്മാർ പുത്രിമാർ പറയും, എനിക്ക് തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി,
ഞാൻ ഇവിടെ തന്നെ കാണും. മനസ്സിലായി റാമയൻ പറഞ്ഞാട്ടെ. എനിക്ക് തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി ഞാൻ ഇവിടെ തന്നെ കാണും. കുറച്ച് പേര് എന്നെ തുറിച്ച് നോക്കി. അവർ ഓർത്തത് മറ്റേ പാട്ടാണ്, ആരാധിക്കുമ്പോൾ വിടുതൽ. അപ്പം വിടുതൽ കിട്ടുകയാണെങ്കിൽ പറ ആരാധിക്കുക. അമ്മച്ചി പറഞ്ഞു സൗഖ്യം കിട്ടുവാണെങ്കിൽ ആരാധിക്കുക. എന്നാൽ ഇവിടെ ചില രക്തസാക്ഷി പറയുണ്ട്. അവർ പറയും ഞങ്ങൾ കൈയടിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടല്ല, ഞങ്ങൾ ചർച്ചിൽ വന്നത് ചോദിച്ചതെല്ലാം കിൻഡൽ കണക്കിന് ഇറക്കിയിട്ടല്ല, ഞങ്ങൾ യേശുവിനെ സ്നേഹിച്ചത് ഞങ്ങൾ ലിസ്റ്റ് എഴുതി ചോദിച്ചതും ഉപവസിച്ച് പ്രാർത്ഥിച്ചതും എല്ലാം കേട്ടല്ല. പക്ഷെ ഞങ്ങൾക്ക് വേറൊരു പ്രിൻസിപ്പിൾ അറിയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ എപ്പോഴും. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ എപ്പോഴും എപ്പോഴും എപ്പോഴും. അപ്പം നീ തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. കാരണം എനിക്ക് ബന്ധം നിന്റെ ഖജനാവുമായിട്ടല്ല, എനിക്ക് ബന്ധം നിന്റെ പോക്കറ്റുമായിട്ടല്ല. എനിക്ക് ബന്ധം സ്തോത്രം എൻ്റെ കർത്താവുമായിട്ടാണ്. നീ ന്യൂ ജനറേഷൻ ആണോ ഓൾഡ് ജനറേഷൻ ആണോ, ഐ വോണ്ട് കെയർ. തിരുവചനം പറയുന്നു, അപ്പൻ നിനക്ക് തന്നാലും ശരി തന്നില്ലെങ്കിലും ശരി വീട്ടിലിരിക്കെ. പെർമിസീവ് വില്ലിൽ പോകാതെ പെർഫെക്റ്റ് വില്ലിലായിരിക്കുക. പെർമിസീവില്ലിൽ അവൻ കടന്നു പോയത് കൊണ്ട് സമ്പാദ്യം പോയി, സാന്നിധ്യം പോയി. അവസാനം പന്നിയുടെ നടുവിൽ അവൻ ചെന്നെത്തി. എൻ്റെ സ്തോത്രം ചോദ്യം ഇതാണ്, പ്രോഡിക്കലായി സ്വന്തം ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി നഷ്ടപ്പെട്ട് ആരെങ്കിലും പോകുന്നുവെങ്കിൽ ആർ യു ഇൻ ദ വിൽ ഓഫ് ഗാഡ്? ഒരിക്കൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, ഒരിക്കൽ ആരാധനയുണ്ടായിരുന്നു, ഒരിക്കൽ ആത്മീയത്തിന് ആക്റ്റീവായിരുന്നു, ഒരിക്കൽ ഞാൻ കനൽക്കട്ടയായിരുന്നു. പക്ഷേ ഇന്ന് കരിക്കട്ടയായിപ്പോയെന്ന് തണുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം ഇതാണ്, ആർ യു ഇൻ ദ വിൽ ഓഫ് ഗാഡ്? ഈ പകൽക്കാലം സുബോധം കടന്നു വരട്ടെ. ആ പന്നിയോടൊപ്പം ആ വയലിൽ കിടന്നവന് സുബോധം വന്നതുപോലെ തണുത്തിരിക്കുന്നവനെ പാക്കപ്പ് യുവർ ബാഗ്. അപ്പൻ കാത്തിരിക്കുന്നു, വീട് തുറന്നിരിക്കുന്നു. മടങ്ങി വന്നാട്ടെ, മടങ്ങി വന്നാട്ടെ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. എവിടെയാ വെച്ചാണോ നിന്റെ പരിപാടി നിർത്തിയത്, എവിടെ വെച്ചാണോ നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടത്, എവിടെ വെച്ചാണോ കൃപ കളഞ്ഞു പോയത്, എവിടെ വെച്ചാണോ നീ ആത്മാവിൽ തണുത്തുപോയത്, ഈ പകൽക്കാലം ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ സ്വർഗത്തിലെ ദൈവം നൽകുന്നു. അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നാട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. ഇല്ല അങ്കിളെ, അതങ്ങനെയല്ല കേട്ടോ അങ്കിളെ. അങ്കിൾ പറയുന്ന പോലെയല്ല, അല്ലെങ്കിൽ ബ്രദർ പറയുന്ന പോലെയല്ല. ഞങ്ങളിങ്ങനെ തുടങ്ങിയത് വീട്ടിൽ നിന്ന് പുറത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയത് തർസീസിൽ പോകാൻ വേണ്ടിയല്ലായിരുന്നു. ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം അങ്കിളെ, ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് നിനവേലെ വിളിയാണ്, ഉന്നതമായ വിളിയല്ല. ദൈവം ഈ തിരുവനന്തപുരം പ്രദേശത്ത് നിന്ന് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് മറ്റേ നിരവയിലെ കൊയ്ത്തിന് വേണ്ടിയാണ് ഞങ്ങൾക്കുള്ള നിയോഗം. നിരവയിലെ കൊയ്ത്താണ്. പക്ഷേ ഞങ്ങളവിടെ റെയിൽവേ സ്റ്റേഷനിലല്ലല്ലോ, ഞങ്ങൾ കപ്പൽ കയറുന്ന ആപ്പീസിലെത്തിയപ്പോൾ നിലവയുടെ കൗണ്ടറിൽ ഭയങ്കര ക്യൂ ആയിരുന്നു. നിലവയുടെ കൗണ്ടറിൽ ഭയങ്കര ക്യൂ ആയിരുന്നു, ഇടിച്ചു നിൽക്കാൻ വയ്യാത്ത ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോഴാണെങ്കിൽ നല്ലൊരു അങ്കിൾ അപ്പുറത്ത് സ്തോത്രം വാതുക്കൾ നിന്ന് തർസീസ് 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 എന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി വെൽക്കം വെൽക്കം എന്ന് വിളിക്കുന്നത് പോലെ. അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ശബ്ദത്തെ അങ്ങ് മറന്നിട്ട് ഈ അങ്കിളിൻ്റെ ശബ്ദം കണ്ടപ്പോൾ അതാണെങ്കിൽ വാതിലിങ്ങനെ തുറന്നിങ്ങനെ കിടക്കുമായിരുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ വാതിലിങ്ങനെ തുറന്ന് ഇങ്ങനെ കിടക്കുന്നത് പോലെ ഇങ്ങനെ വാതിൽ തുറന്നിട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതാണ് ദൈവഹിതം. തുറക്കുന്ന വാതിലെല്ലാം ദൈവഹിതമല്ല, കാണുന്ന ചേച്ചിമാരെല്ലാം ദൈവഹിതമല്ല, കാണുന്ന ചേട്ടന്മാരും ദൈവഹിതമല്ല. ഈ പുസ്തകം പറയുന്നതാണ് ദൈവഹിതം. അങ്കിൾ പറയുന്ന പറയല വാതിലങ്ങ് മലർക്കെ തുറന്നിരുന്നു. മറ്റേതാണെങ്കിൽ കുറേ കാത്ത് നിന്നാലേ മറ്റേ നിലവിലേക്കുള്ള ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇതാണെങ്കിൽ വളരെ റെഡിയായിരുന്നു അങ്ങളെ. അവിടെ ചെന്നപ്പോൾ വാതിലിങ്ങനെ മലർക്കെ തുറന്നിരുന്നു. അവിടെ പൈസ കൊടുക്കേണ്ട താമസം. അപ്പോഴേക്കും തന്നെ എൻ്റെ ടിക്കറ്റ് എൻ്റെ പോക്കറ്റിൽ വന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. ദൈവമാണ് ഒരുക്കിയത്.
ഞാൻ വിചാരിച്ചതൊന്നുമല്ല. ഞാൻ ചെന്നപ്പോൾ ദൈവമാണ്. എൻ്റെ തിരുവനന്തപുരം മലയാളത്തിൽ ഞാൻ പറയട്ടെ, ദൈവമാണ് എല്ലാവർക്കും എല്ലാം തക്ക സമയത്ത് അവിടെ എത്തുന്നതിന് ഓട്ടോമാറ്റിക് വാതിൽ തുറക്കുന്ന പോലെ എല്ലാം അങ്ങ് തുറന്നു. ആ ചേട്ടനെ അവിടെ ഒരുക്കിയിരുന്നു. ചേട്ടൻ തർസീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കയറി. ആ കപ്പലിലെല്ലാം ഉണ്ടായിരുന്നു മക്കളെ, എല്ലാം ഉണ്ടായിരുന്നു. ആ കപ്പലിൽ എല്ലാ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ചോദ്യം ഇതാണ്, അതിൽ ദൈവം ഉണ്ടായിരുന്നു. അല്ല, എന്താ ഒരു വൈക്ലഭ്യം ഈ ഞായറാഴ്ച? അതിൽ ദൈവമുണ്ടോ? അതിൽ ചേട്ടനും ചേച്ചിയും അച്ചാച്ചനും അമ്മാമ്മയും എല്ലാവരും ഉണ്ട്. പക്ഷേ അതിൽ കർത്താവുണ്ടോ? ഇന്ന് പകൽക്കാലം എനിക്കുള്ള ദൂത് ഇതാണ്, നിനക്കുള്ള ദൂത് ഇതാണ്. സ്തോത്രം. ആർ യു ഇൻ ദ വിൽ ഓഫ് ഗോഡ്? ദൈവം നട്ട സ്ഥലത്താണോ നീ ആയിരിക്കുന്നത്? ദൈവം ഉറപ്പിച്ച സ്ഥലത്താണോ നീ യാത്രയാകുന്നത്? നിന്റെ കപ്പലിൽ ദൈവമുണ്ടോ? വാണിംഗ് മുന്നറിയിപ്പ് ഇതാണ്. ഇപ്പോൾ നന്നായിരിക്കും, കാറ്റ് നന്നായി ഊതുന്നു എന്ന് നിനക്ക് തോന്നും. പക്ഷേ പിന്നെ അടിക്കാൻ വേണ്ടി പോകുന്നത് കൊടുങ്കാറ്റായിരിക്കും. പിന്നെ നീ വീഴുന്നത് വെള്ളം കുടിക്കുന്ന കടലിലായിരിക്കും. പിന്നെ കാത്തിരിക്കുന്നത് നല്ല നാറ്റം വരുന്ന മീനായിരിക്കും. നോ, തിരിച്ചു പോ. യേശുവിൻ്റെ നാമത്തിൽ അല്പം കൂടെ ആ വാതിക്കൽ നമുക്കൊന്ന് കാത്തിരിക്കാം. അല്പം കൂടെ ആ നിനവയുടെ വാതിലിൽ നമുക്ക് കാത്തിരിക്കാം. കാരണം ആ കാത്തിരിപ്പ് ആ വെയിറ്റിംഗ് ടൈം ഒരു വേസ്റ്റിംഗ് ടൈം അല്ല. ഓ റോബോ ശാന്ത, ആരോടാ ഞാൻ പ്രവചനാത്മാവിൽ പറഞ്ഞത്? അല്പം കൂടെ കാത്തിരിക്കുക. അതൊരിക്കലും ഒരു വേസ്റ്റിംഗ് ടൈം അല്ല. നാളത്തെ നിലവിളി മാറിപ്പോകുവാൻ, കമൺ ഏറ്റെടുക്ക. നാളത്തെ നിലവിളി നീങ്ങിപ്പോകുവാൻ, നാളത്തെ മുറവിളി മാറിപ്പോകാൻ, നാളെ ഒരു നിരാശ ഇല്ലാതിരിപ്പാൻ, നാളെ ഒരു പ്രതിസന്ധിയിൽ ചെന്നപ്പെടാതിരിപ്പാൻ, നാളെ ഒരു തകർച്ച ഉണ്ടാകാതിരിപ്പാൻ ഇന്നേ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാണ് കർത്താവേ. ഹല്ലേലൂയ. ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഞങ്ങളൊന്ന് റീപൊസിഷൻ ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ ഓഗസ്റ്റ് മാസം 24-ാം തീയതി നമ്മളൊന്ന് റീപൊസിഷൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. 3 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ. നാളെ കരയല്ലേ, നാളെ വക്കീലിൻ്റെ ഓഫീസിൽ കയറേണ്ട ഗതികേട് വരല്ലേ, നാളെ കുടുംബ കോടതി കയറേണ്ട ഗതികേട് വരല്ലേ, നാളെ മറ്റുള്ളവർ ചുറ്റുന്നത് പോലെ നീ ചുറ്റല്ലേ. നിന്റെ പാദങ്ങൾ കോടതിക്കുള്ളതല്ല, നിന്റെ പാദങ്ങൾ സുവിശേഷം ചുമക്കാനുള്ളതാണ്. ദൈവഹിതമില്ലാത്ത വാതിലുകളെല്ലാം അടയട്ടെ. ഒരിക്കൽ കൂടെ, ദൈവം ഇല്ലാത്ത, യേശു ഇല്ലാത്ത എല്ലാ വാതിലുകൾ അടഞ്ഞിട്ട് യേശുവുള്ളത് മാത്രം ദൈവത്തിന്റെ കൃപകൾ തുറന്നു വരട്ടെ. പെർമിസീവ് വില്ല് വേണ്ട, പെർഫെക്റ്റ് വില്ല് മതി. കേൾക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തി ശക്തിയോട് ഹല്ലേലൂയ പറ. അയ്യോ എൻ്റെ കർത്താവേ, ആഗസ്റ്റ് 24 ഒത്തിരി മാസങ്ങളായി കാത്തിരിക്കുന്നു, ഒത്തിരി നാളുകളായി കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചു പോയത് എന്ന് ആരെങ്കിലും പറയുന്നു എങ്കിൽ നിന്റെ തലയിലെ രോമങ്ങളെ എണ്ണി അറിഞ്ഞിരിക്കുന്ന കർത്താവ് പറയുന്നു, അത് തിന്മയ്ക്കായിട്ടല്ല അത് സംഭവിക്കുന്നത്, സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാനൊന്ന് പ്രവചിച്ചു പറയട്ടെ. വേറെ ആർക്കും വേറെ ആർക്കും പറയാൻ കഴിയാത്ത ഒരു സാക്ഷ്യം നിനക്കുണ്ടാകുവാൻ വേണ്ടി പോകുന്നു. യെസ്. വേറെ ആരും പാടാത്ത ഒരു പാട്ട് നീ പാടുവാൻ പോകുന്നു. വേറെ ആർക്കും ഇല്ലാത്ത ഒരു ആത്മീയ അനുഭവം നിനക്കുണ്ടാകാൻ വേണ്ടി പോകുന്നു. മറ്റുള്ളവർ പതറിയെടുത്ത് ചിതറിയെടുത്ത് ദൈവത്തിൻ്റെ കൃപയാൽ നീ ജയിപ്പാൻ പോകുന്നു. മറ്റുള്ളവർ താണെടുത്ത് നീ ഉയർന്ന് നിൽക്കാൻ വേണ്ടി പോകുന്നു. മറ്റുള്ളവരുടെ തല കുനിഞ്ഞെടുത്ത് നിന്റെ തല ഉയരുവാൻ പോകുന്നു. മറ്റുള്ളവർ നിശബ്ദരായ സ്ഥലത്ത് നിന്റെ ശബ്ദത്തെ ഒരു സ്പെഷ്യൽ വോയിസ് ആക്കി ദൈവം തീർക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം നിന്റെ പെരുങ്കാറ്റിൽ, കൊടുങ്കാറ്റിൽ, നിന്റെ തീച്ചൂളയിൽ നീ ഒറ്റയ്ക്കല്ല. ദൈവഹിതമെങ്കിൽ ഇമ്മാനുവേൽ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇമ്മാനുവേൽ നിന്റെ കൂടെ ഉണ്ടായിരിക്കുക. 3 പദങ്ങൾ ഞാൻ പറയട്ടെ. The way of God, the will of God and the word of God. സ്തോത്രം. 3 ഡബ്ല്യൂലുള്ള അതേ www 3 ഡബ്ല്യൂലുള്ളതായ 3 വാക്കുകൾ. The will of God, the way of God and the word of God. എന്താ മനസ്സിലായത്? ഈ വചനമനുസരിച്ച് ഒരുവൻ ജീവിക്കുന്നെങ്കിൽ അവൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിലായിരിക്കും.
ഒരിക്കൽ കൂടെ, ഈ വചനമനുസരിച്ച് ഒരുവൻ ജീവിക്കുന്നെങ്കിൽ അവൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ, അവൻ നടക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിലായിരിക്കും. അവൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവനാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ ഹിതത്തിലായിരിക്കും നടക്കുന്നത്. Come on. ഹല്ലേലൂയ. തലയിൽ നിന്ന് ഹൃദയത്തോട്ട് ഇറങ്ങട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ വചനമനുസരിച്ചാണ് ഒരുവൻ ജീവിക്കുന്നെങ്കിൽ അവൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിലായിരിക്കും. ദൈവത്തിൻ്റെ ഹിതത്തിൽ നടക്കുന്നവനാണെങ്കിൽ അവൻ സ്തോത്രം ആയിരിക്കുന്നത്, അത് അവൻ നടക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിലാണെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ ഹിതത്തിലായിരിക്കും. ഹല്ലേലൂയ. മനസ്സിലായ രാമൻ പറഞ്ഞാണ്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തിൽ ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ വഴിയിലാണ് നടക്കുന്നത്. ഈ തലമുറയിൽ നമുക്ക് അങ്ങനെയായിരിക്കാം. ഇത് കേൾക്കാനുള്ളതല്ല, ഇത് വായിക്കാനുള്ളതല്ല, ഇത് സൺഡേ സ്കൂളിൽ യൂത്ത് മീറ്റിങ്ങിനും പഠിപ്പിക്കാനും പറയാനുമുള്ളതല്ല. പകരം ഇത് ജീവിക്കാനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുമ്പോൾ, കേട്ടില്ല, ദൈവത്തിൻ്റെ വചനപ്രകാരം നീ ജീവിക്കുമ്പോൾ നീ ചലിക്കുന്നത് തോന്നുന്ന വഴിയിലല്ല, നീ ചലിക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിലായിരിക്കും. ദൈവത്തിൻ്റെ വഴിയിലാണ് നീ നടക്കുന്നതെങ്കിൽ സ്തോത്രം, അത് ദൈവത്തിൻ്റെ ഹിതത്തിലായിരിക്കും. ചില സന്ദർഭങ്ങൾ അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് തോന്നാറുണ്ട്. നോ, അതൊന്നും തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്ക്. പാറമടയിൽ നല്ലൊരു ദൈവപൈതൽ വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം പണി ചെയ്യാൻ വേണ്ടി പോയി. പാറമട കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പാറമട കണ്ടിട്ടുള്ളവർ, സ്തോത്രം ജോലി ചെയ്തിട്ടുള്ളവരല്ല, കണ്ടിട്ടുള്ളവർ, പാറമട കണ്ടിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. സ്തോത്രം അധികം കടന്നു പോയി തൻ്റെ ഫുഡ് ഒരു സൈഡിൽ വെച്ചിട്ട് ആ പാറമടയിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ടിരിക്കുക. കരിമരുന്ന് വെച്ച് പാറ പൊട്ടിച്ച് സ്തോത്രം താൻ ജോലി ചെയ്യുക. നല്ല വെയിലത്ത് താൻ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പട്ടി വന്ന് തൻ്റെ ലഞ്ച് ബോക്സിനെ വലിച്ചെടുത്ത് പോകുന്നത് ആ മനുഷ്യൻ കണ്ട് തൻ്റെ ആഹാരം ഇതാ പട്ടി കൊണ്ടുപോവാണ്. പട്ടിക്കൊട്ടും ക്ഷാമമില്ലല്ലോ. ഹല്ലേലൂയ. പട്ടിക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. സ്തോത്രം. ഒരു പട്ടി വന്ന് തൻ്റെ ലഞ്ചിനെ എടുത്തിട്ട് പോകുന്നത് പറഞ്ഞപ്പോൾ തൻ്റെ പണി നിർത്തിയിട്ട് ആ മനുഷ്യനെ ഇറങ്ങി ഓടി പട്ടിയുടെ പിന്നാലെ പോയി തൻ്റെ ഉച്ചഭക്ഷണം നഷ്ടപ്പെടാതെ ഇരുപ്പാൻ ഓടിപ്പോയി ആ പട്ടിയുടെ കയ്യിൽ നിന്ന് സ്തോത്രം അല്ലെങ്കിൽ പട്ടിയുടെ വായിൽ നിന്ന് തൻ്റെ ആഹാരത്തെ പിടിച്ച് വലിച്ച് രക്ഷപ്പെടുമ്പോൾ ഭയങ്കര ഒരു ശബ്ദം കേട്ടു. ഭയങ്കര ശബ്ദം. താൻ നോക്കുമ്പോൾ താൻ പണിത സ്ഥലത്ത് സ്തോത്രം പാറ പൊട്ടിത്തെറിച്ച് ആ ചീളുകൾ അല്ലെങ്കിൽ പാറ കഷണങ്ങൾ ഇങ്ങനെ സ്തോത്രം ചിതറുകയാണ്. അദ്ദേഹം അറിയാതെ ആ പട്ടിയെ നോക്കി പറഞ്ഞു, താങ്ക് യു. കാരണം ആ പട്ടി വരാതിരുന്നെങ്കിൽ ആ കല്ലിനോടൊപ്പം തൻ്റെ ശരീരം തകർക്കപ്പെട്ടേനെ. കുഞ്ഞെ, ചിലതിൻ്റെ രൂപത്തിൽ ചിലത് നിൻ്റെ ലൈഫിലേക്ക് കയറി ഇറങ്ങിയത്, നിൻ്റെ വീട്ടിൽ ചിലതിനെ അയച്ചത് നിന്നെ ഒരു സിംഗിൾ പീസായി ഇവിടെ ഇരുത്തുവാൻ വേണ്ടിയാണ്. ദൈവം അറിയാതെ നിൻ്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുന്നതേ ഇല്ല. ചില തിന്മകളെന്ന് നിനക്ക് തോന്നും. ചില തിന്മകളെന്ന് ചിലത് തോന്നും. നോ 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 മനസ്സിലാകുന്ന അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആ പോസ്റ്റ്മാൻ, കൊറിയർക്കാരൻ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നവര് അതേ തിന്മയുടെ റാപ്പറിലാണ് ആ സാധനം തന്നത്. പക്ഷെ ആ തിന്മയുടെ റാപ്പർ നീ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു നന്മ ഉണ്ടായിരുന്നത് പോലെ ചിലത് നിന്റെ തലമുറയ്ക്കെതിരെ നിനക്കെതിരെ ഇന്ന് വന്നു കയറിയത് തിന്മയാണ്. പക്ഷെ ഈ ദിവസങ്ങളിൽ ചില നാൾ കൂടെ കഴിയുമ്പോൾ നീ ഒരു സാക്ഷ്യം പറയും, അത് തിന്മയല്ല, രക്ഷിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന. കരങ്ങളെ അടിച്ചൊന്ന് ആരാധിക്കുന്നേ. രണ്ടുപേരെ തൊട്ട് പറ, ദൈവഹിതം സർവജയം. മൂത്തോക്കി പറ, കള്ളന്മാര് കളികൾ മൂത്ത് നോക്കത്തില്ല. ദൈവഹിതം സർവജയം, ദൈവഹിതം സർവജയം. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞാൻ ദൈവഹിതത്തിൽ ജീവിക്കട്ടെ. ഭാവി ഓർത്ത് ഞാൻ ചിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഭാവി ഓർത്ത് അവള് ബ്ലഡ് ചൂടാകുന്നു എന്നല്ല ബൈബിൾ പറയുന്നത്. ഭാവി ഓർത്ത് അവൾ പുഞ്ചിരിക്കുന്നു. ഖമാൻ ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം, നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ എൻ്റെ നോർത്ത് ഇന്ത്യ സ്റ്റൈലിലൊന്ന് പറയട്ടെ. ഹല്ലേലൂയ. ഭാവി ഓർത്ത് അവൾ സ്തോത്രം പുഞ്ചിരിക്കുന്നു. അർത്ഥം ഞാൻ പറയട്ടെ, the latter glory is going to be so glorious than the former glory. 2024 23 22 21 കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഏറ്റവും നല്ലത് നാളെ നീ പ്രതീക്ഷിക്കുന്നു എങ്കിൽ ദൈവഹിതമില്ലാത്ത സകല ചുറ്റിക്കളികൾ ഇന്ന് പകൽക്കാലം ഉരിഞ്ഞു വെച്ച്
മാറ്റിവെച്ച് വിളിച്ചു പറഞ്ഞോട്ടെ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്നിൽ ആകണമേ. അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ. എൻ്റെ ഗേൾ ഫ്രണ്ട് പറയുന്ന പോലെ അല്ല, എൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്ന പോലെയല്ല, എൻ്റെ ടീച്ചർ പറയുന്ന പോലെയല്ല, എൻ്റെ ബന്ധുക്കൾ പറയുന്നത് പോലെയല്ല. ഞാനൊരു കഴുതയാണ്, പക്ഷെ എൻ്റെ പുറത്ത് അങ്ങ് മാത്രമാണ് ഉള്ളത്. അങ്ങ് പറയുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അങ്ങ് പറയുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർ തൊലയുന്നിടത്ത് സ്തോത്രം നീ നന്നാകും. മറ്റുള്ളവർ താഴോട്ട് പോകുന്നിടത്ത് നീ മേലോട്ട് പോകും. മറ്റുള്ളവർ ചത്തെടുത്ത് നീ ദൈവകൃപയാൽ ജീവിക്കുക. ചുമ്മാതല്ല പറയുന്നത്, പുസ്തകം പറയുന്നതുകൊണ്ട് പറയുന്നു. ചിലരൊന്നും സ്തോത്രം പറഞ്ഞില്ല, ഒരിക്കൽ കൂടെ പറയുക. മറ്റുള്ളവർ തുലഞ്ഞെടുത്ത് നീ നന്നാകാൻ പോകുന്നു. മറ്റുള്ളവർ താഴോട്ട് പോയെടുത്ത് നീ മേലോട്ട് പോകാൻ പോകുന്നു. മറ്റുള്ളവർ ചത്തെടുത്ത് നീ ജീവിക്കാൻ വേണ്ടി പോകുന്നു. നോഹ അപ്പച്ചൻ വന്നിരുന്നെങ്കിൽ പറയും, അതെൻ്റെ സാക്ഷ്യമാണല്ലോ പറഞ്ഞത്. നോഹ വന്നിരുന്നെങ്കിൽ പറഞ്ഞേ, അതെൻ്റെ സാക്ഷ്യമാണല്ലോ. വെള്ളം കുടിച്ച് എല്ലാവരും താഴോട്ട് പോയപ്പോൾ ഞാൻ മാത്രം വെള്ളത്തിൻ്റെ മുകളിൽ പെട്ടകത്തിൽ കയറിക്കൊണ്ടുകൊണ്ട് മേലോട്ട് പോയി. മറ്റുള്ളവർ താഴോട്ട് പോകുമ്പോൾ യേശുവില്ലാത്ത മറ്റുള്ളവൻ താഴോട്ട് പോകട്ടെ. നിനക്ക് താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. മറ്റുള്ളവൻ വെള്ളം കുടിച്ചു നശിച്ചു, സ്തോത്രം, പക്ഷെ വെള്ളം തൊടാതെ നീ നന്നായി. മറ്റുള്ളവൻ തകർന്നു, പക്ഷെ അരരാത്തിന് മുകളിൽ അവൻ ഉറച്ചു. ഓ, കേൾക്കാൻ സന്തോഷമുണ്ടല്ലേ? മറ്റുള്ളവൻ തൊലഞ്ഞെടുത്ത് അവൻ നന്നായി, മറ്റുള്ളവർ തകർന്നെടുത്ത് യവൻ ജീവിച്ചു, മറ്റുള്ളവർ തീർന്നെടുത്ത് യവൻ അരരാത്തിൻ്റെ മുകളിൽ ഉറച്ചു. കാര്യം എന്താണെന്നറിയോ? ഉൽപ്പത്തി 6:22 പറയുന്നു, നോഹ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. അതാ കാര്യം, അതാണ് അതിൻ്റെ സീക്രട്ട്, അതാണ് അതിൻ്റെ കീ. നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ആരോട് പറയാം? കർത്താവേ, നോഹ ചെയ്തു. പെട്ടകം പണിതപ്പോഴേ നോഹ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. സ്റ്റാൻലി അങ്കിൾ കഴിഞ്ഞ ദിവസം എന്നെ പഠിപ്പിച്ചത് ബ്രദറെ, അത് ഡബിൾ കൺഫർമേഷനാണ്. കർത്താവ് ഒന്ന് നോക്കി, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ആദ്യം വന്ന് നോക്കിയപ്പോൾ കർത്താവ് പറഞ്ഞു അവൻ ചെയ്തു. രണ്ടാമത് വന്ന് കർത്താവ് ഒരിക്കൽ കൂടെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്തു. നിന്റെ ലൈഫിനെ കർത്താവ് നോക്കുമ്പോൾ ആ ഒരു സാക്ഷ്യം വെളിപ്പെടണം. യെസ് യെസ് യെസ്, ഹല്ലേലൂയ. നോഹയുടെ പേര് മായ്ച്ചിട്ട് നിന്റെ പേരെഴുത. അവൻ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. അവൾ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. ഓ, വേറെ ആരും ചെയ്തില്ല, വേറെ ആരും അനുസരിച്ചില്ല, പക്ഷെ അവൻ ചെയ്തു. ഡബിൾ കൺഫർമേഷൻ, ഇരട്ടി സ്ഥിരീകരണത്തിൽ സ്തോത്രം. ഡബിൾ കൺഫർമേഷൻ. കർത്താവ് പറഞ്ഞു അവൻ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് മറ്റുള്ളവൻ തകർന്നെടുത്ത് അവൻ നന്നായി, മറ്റുള്ളവർ തുരഞ്ഞെടുത്ത് സ്തോത്രം അവൻ ജീവിച്ചു. മറ്റുള്ളവർ താഴോട്ട് പോയെടുത്ത് അവൻ ഉയരങ്ങളിൽ ഉറച്ചു. കരങ്ങൾ അടിച്ചു വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. 2-3 സാക്ഷികളാൽ ഏതൊരു കാര്യം ഉറപ്പാക്കാമല്ലോ. അവൻ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. മോശയെക്കുറിച്ച് അങ്ങനെ പറയുന്നു കുട്ടി, മോശയെക്കുറിച്ച് അങ്ങനെ പറയുന്ന സ്തോത്രം. ദൈവമായ കർത്താവ് മോശയെ നോക്കി പറഞ്ഞു, മോശെ, നീ പണ്ട് വിക്കനായിരുന്നു, പക്ഷെ ഞാനുമായി എൻകൗണ്ടർ വന്നപ്പോൾ നിന്റെ വിക്ക് പോയി. യേശുവിൻ്റെ നാമത്തിൽ എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. ഈ പുസ്തകം നിറയെ എൻകൗണ്ടറാ. ഓ, കമാൺ, ആർക്കും വേണ്ടേ? ഈ പുസ്തകം നിറയെ എൻകൗണ്ടർ ഉണ്ടായപ്പോൾ വിക്കൻ ലോകരാജ്യങ്ങൾക്ക് അവൻ പ്രവാചകനായി തീർന്നു. അതുകൊണ്ട് ദൈവം നിർത്തിയില്ല. ദൈവം പറഞ്ഞു, പിന്നെ ഐ വാണ്ട് ടു ഡ്വെൽ എമംഗ് മൈ പീപ്പിൾ. എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് വസിക്കണം. എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഞാൻ വസിക്കാൻ നീ എനിക്ക് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കണം. പക്ഷെ മോശം ഒരു കുഴപ്പമുണ്ട്, നിൻ്റെ അമ്മായിയപ്പൻ്റെ അളവിൽ ഞാൻ ഇറങ്ങത്തില്ല, നിൻ്റെ അളവിലും ഞാൻ ഇറങ്ങത്തില്ല, കമ്മിറ്റിയുടെയും കൗൺസിലിൻ്റെയും അളവിൽ ഞാൻ ഇറങ്ങത്തില്ല, എൻ്റെ അളവിലെ. ക്രൈസ്റ്റ് സെന്റർ ഇന്ന് പകൽക്കാലം കേൾക്കാം, വല്ലവൻ്റെ അളവിൽ അവൻ ഇറങ്ങത്തില്ല, അവൻ്റെ അളവിൽ നമുക്കൊന്ന് കയറി നിൽക്കാം. ഹല്ലേലൂയ. മോശ ചെയ്തു, ദൈവത്തിൻ്റെ അളവിന് പ്രകാരം ചെയ്തു. പുറപ്പാട് 40 വീട്ടിൽ പോയി വായിച്ചു നോക്ക്. മോശ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. എത്ര പേർ വായിച്ചിട്ടുണ്ട്? മോശ ചെയ്തു, പറ.
പോരല്ലോ, ഒരിക്കൽ കൂടെ മോശ ചെയ്തു, അങ്ങനെ തന്നെ പലരും ചെയ്തു, അവർക്കാർക്കും മഹത്വമില്ല. പക്ഷെ ഡബിൾ കൺഫർമേഷൻ അങ്ങനെ തന്നെ ചെയ്തപ്പോൾ മഹത്വം ഇറങ്ങി നിന്നു. മഹത്വം ഇറങ്ങി നിൽക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഒന്ന്, ഒത്തിരി പേർ നിന്നിലൂടെ വിടുതൽ പ്രാപിപ്പാനുണ്ട്. രണ്ട്, ഒത്തിരി പേർ ഈ മഹത്വം കാണുവാനുണ്ട്, അനുഭവിപ്പാനുണ്ട്. നോഹയുടെ ദൈവം ഇന്ന് പകൽ നിന്നോട് സംസാരിക്കുകയാണ്. മോശയുടെ ദൈവം ഇന്ന് പകൽ നിന്നോട് സംസാരിക്കുന്നു. തോന്നിയത് പോലെയല്ല നീ ചെയ്യേണ്ടത്. ഗൂഗിൾ നോക്കിയല്ല ചെയ്യേണ്ടത്. കൊറിയൻ മെത്തേഡും കൊളംബിയൻ മെത്തേഡും ആഫ്രിക്കൻ മെത്തേഡും അല്ല നീ ഇറക്കേണ്ടത്. ഈ പുസ്തകത്തിൽ ഒരു ദൈവത്തിൻ്റെ മെത്തേഡുണ്ട്. ആ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ദൈവജനം തിരിച്ചു വരട്ടെ. ബി ബാക്ക് ടു ബൈബിൾ. ദൈവവചനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്വമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പുരോഹിതൻ പൊട്ടം കളിച്ച് നടക്കുക. പുള്ളിക്കൊന്നും വരുന്നില്ല വായിലൂടെ. പൊട്ടം കളിച്ച് വരിക. പുള്ളിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുത്താൽ, എന്തെങ്കിലും എഴുതാൻ കൊടുത്താൽ പുള്ളി പറയും യോഹന്നാൻ എന്ന് വേണമെങ്കിൽ എഴുതി തരും. ബാക്കി മുഴുവൻ പൊട്ടം കളിയാ. ബാക്കി മുഴുവൻ അവൻ്റെ വായ ദൈവം അടച്ചു. അവൻ്റെ വായ, സക്കറിയാവിൻ്റെ വായ ദൈവം അടച്ചു. ഭർത്താവിൻ്റെ വായ അടച്ചിട്ട് ഭാര്യയുടെ ഗർഭത്തെ ദൈവം തുറന്നു. ഹല്ലേലൂയ. പലപ്പോഴും നിൻ്റെ അനുഗ്രഹത്തെ കൊല്ലുന്നത് നിൻ്റെ നാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, അനുഗ്രഹത്തെ കൊല്ലുന്ന നാവുകൾ അടഞ്ഞിട്ട് കാത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളങ്ങ് ജനിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ റവറൻഡ് സക്കറിയാവ് തൻ്റെ സ്തോത്രം, തൻ്റെ വാഗ്ദത്തത്തെ അവൻ അവിശ്വസിച്ച് മാറിയിരുന്നപ്പോൾ ഒരു 16-17 വയസ്സ് പ്രായമുള്ളതായ ഒരു സ്തോത്രം പെണ്ണുണ്ടായിരുന്നു. അവളുടെ പേര് നിങ്ങൾക്കറിയാം. ആ പെണ്ണ് ദൂതൻ്റെ മുൻപിൽ ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. എനിക്ക് പറയാനുള്ള ദൂത് ഇതാണ്: മനുഷ്യ ചരിത്രത്തിൽ അതിന് മുൻപും അതിന് ശേഷവും ആരിലും നടക്കാത്തത് ഓൺലൈനിൽ ഇരിക്കുന്ന എത്ര പേർക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചിലരെ നോക്കി കർത്താവ് പറയുന്നു, ഇവളെ ഞാൻ തിരഞ്ഞെടുത്തത്, യവനെ ഞാൻ തിരഞ്ഞെടുത്തത് ഞായറാഴ്ച വന്ന് കൈയടിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു ചരിത്രം മെനയുവാൻ, ഞാൻ ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ഓൺലൈനിൽ ഇരിക്കുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടെ: ഹിസ്റ്ററി മേക്കിംഗ്. ഒരു ചരിത്രം മെനയുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, വേറെ ആരിലും നടക്കാത്തത്. പെട്ടെന്ന് പറഞ്ഞേ, വേറെ ആരിലും നടക്കാത്തത്. ദൈവഹിതത്തിൻ്റെ ഒരു ബലമേ, ദൈവഹിതത്തിൻ്റെ ഒരു നന്മയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുമ്പോഴേ, വ്യക്തിയായി കുടുംബമായി ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുമ്പോഴേ, പകൽക്കാലം നിനക്കുള്ള ദൂത് അതിന് മുൻപും അതിന് ശേഷവും, ആർക്കും വേണ്ടേ? അതിന് മുൻപും അതിന് ശേഷവും വേറെ ആർക്കും നടക്കാത്തത് നിന്നിൽ സംഭവിപ്പാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തുടർന്നുള്ള മാസങ്ങളിൽ, തുടർന്നുള്ള വർഷങ്ങളിൽ പലരും വന്ന് നിന്നോട് ചോദിക്കും, ഇതെങ്ങനെയാ നടന്നത്? വേറെ ആരിലും നടക്കാത്തത് ഇതെങ്ങനെയാ? കമോൺ, ഞാനത് ഏറ്റെടുക്കട്ടെ. എൻ്റെ നോട്ട്ബുക്കിൽ ഇല്ലാത്തയാ പറയുന്നത്. പലരും വന്ന് നിന്നോട് ചോദിക്കും, ഇതെങ്ങനെയാ നടന്നത്? ഇതെങ്ങനെയാ വീട്ടിൽ നടന്നത്? ഇതെങ്ങനെയാ ദേശത്തിൽ നടന്നത്? അന്ന് തല കുനിച്ചല്ല, തല ഉയർത്തി നമുക്കൊന്ന് പറയണം. ദൈവഹിതത്തിൽ ഞാൻ നിന്നപ്പോൾ 2024 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ദൈവഹിതത്തെക്കുറിച്ച് ഞാൻ കേട്ട്, ദൈവഹിതത്തിൽ ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്തപ്പോൾ, ഇതാ ഞാൻ ദൈവത്തിൻ്റെ ദാസി, ഇതാ ഞാൻ ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ ദൈവകരത്തിൽ ഞാൻ ഏൽപ്പിച്ചപ്പോൾ വേറെ ആരിലും നടക്കാത്തത് എന്നിൽ സംഭവിച്ചു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് സ്തുതിക്ക്.
ഇന്ന് നിനക്ക് തകർച്ചയായിരിക്കാം, ഇന്ന് നിനക്ക് ചോദ്യങ്ങളായിരിക്കാം, ഇന്ന് നിനക്ക് വെല്ലുവിളിയായിരിക്കാം. ഏതോ വ്യക്തിത്വങ്ങൾ നിന്നെ നോക്കി ചോദിക്കുന്നുണ്ടായിരിക്കും, സ്തോത്രം, അയ്യോ നീ പൊളിഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ നീ കാത്തിരിക്കുന്നല്ലോ, നിനക്ക് കാലതാമസം വരുന്നല്ലോ. പക്ഷെ പറ, ഞാൻ അപ്പൻ്റെ കൈക്ക് കീഴില്ല, ഞാൻ ദൈവഹിതത്തിൻ കീഴില്ല, ഞാൻ ദൈവഹിതത്തിന് കീഴില്ല. കേക്ക് കേക്ക്, കണ്ണ് തുറന്ന് കേക്ക്. ദിസ് ഇസ് വെരി പവർഫുൾ. ഇരമ്യ 18 ഞാൻ പറയുന്നത്, സ്തോത്രം, കുശവൻ്റെ കൈ കീഴില്ല ആ പാത്രം ഇരുന്നത്. അത് ചാടിപ്പോയിട്ടല്ല ഉടഞ്ഞത്, അത് പിന്മാറ്റത്തിൽ പോയിട്ടല്ല ഉടഞ്ഞത്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞ്. അത് ലോകത്തിൻ്റെ വഴിക്ക് പോയിട്ടല്ല ഉടഞ്ഞത്. അപ്പൻ്റെ കൈ കീഴിൽ ഇരുന്ന അപ്പൻ്റെ കൈക്കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ ഉടഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഒരിക്കൽ കൂടെ ആ ചക്രം തിരിയുന്നുണ്ട്. ഒരിക്കൽ കൂടെ ആ ചക്രം തിരിയുന്നു. ബ്രദർ സുരേഷ് ബാബു, ഒരിക്കൽ കൂടെ ആ ചക്രം തിരിയുന്നത് എന്തിനു വേണ്ടിയാണ്? നേരത്തെ പൊട്ടിപ്പോയതിനേക്കാൾ ഒത്തിരി മഹത്തരമായത് നിന്റെ ലൈഫിൽ ഉളവാകേണ്ടതിന് വേണ്ടി ഒരിക്കൽ കൂടെ ആ ചക്രം, സ്തോത്രം, തിരിയുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവഹിതത്തിലായിരുന്ന ആട്. തകർച്ചകളുണ്ടായിരിക്കാം, വെല്ലുവിളി ഉണ്ടായിരിക്കാം. പൗലോസ് പറയും, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ, സ്തോത്രം, പൗലോസ് പറയുന്നു, ഇപ്പോൾ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ദുരാത്മാവിനാലല്ല, മനുഷ്യാത്മാവിനാലല്ല, അനുസരണക്കേടിൻ്റെ ആത്മാവിനാലല്ല, പകരം പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. ഒരിക്കൽ കൂടെ, പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. ഒരിക്കൽ കൂടെ, പരിശുദ്ധാത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? എങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് ഹൈഫൈ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, മൂക്കിലാകല്ല. സ്തോത്രം. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, ഐ എം അണ്ടർ അറസ്റ്റ്. പറ, ഐ എം അണ്ടർ അറസ്റ്റ്. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി, ഐ എം അണ്ടർ അറസ്റ്റ്. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി, ഐ എം അണ്ടർ അറസ്റ്റ്. ഞാൻ അറസ്റ്റിലായിരിക്കുന്നു. എനിക്കിഷ്ടമുള്ള വഴിയെ ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ല. യെസ്, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ സെക്കൻഡ് സർവീസിനെ ഒന്ന് അറസ്റ്റ് ചെയ്യും കർത്താവേ. ഈ യുവാക്കളെ എല്ലാം ഒന്ന് അറസ്റ്റ് ചെയ്യും കർത്താവേ. ഈ യുവതികളെല്ലാം ഒന്ന് അറസ്റ്റ് ചെയ്യും കർത്താവേ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ കഷ്ടങ്ങൾ എനിക്കായി കാത്തിരിക്കുന്നുണ്ട്. അവിടെ കംഫർട്ടല്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അവിടെ പ്രോസ്പെരിറ്റി അല്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടോ, കംഫർട്ടല്ല കാത്തിരിക്കുന്നത്. നീ ചോദിക്കുന്ന കംഫർട്ടാണോ? നീ ചോദിക്കുന്ന പ്രോസ്പെരിറ്റി ആണോ? നീ ചോദിക്കുന്നത് റോസ ബെഡാണോ? പക്ഷെ എനിക്ക് പറയാനുള്ള ഇന്ന് പകലുള്ള ദൂത് ദൈവത്തിൻ്റെ ഹിതമാണ്. അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നു, സ്തോത്രം, മതി, അവിടെ കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. പക്ഷേ എനിക്ക് ആ കഷ്ടങ്ങളിൽ നിന്ന് ഓടിപ്പോകുവാൻ തക്കണം കഴിയത്തില്ല. ബന്ധനങ്ങളെ വിട്ട് എനിക്ക് ഓടാൻ കഴിയത്തില്ല. കഷ്ടങ്ങളെ വിട്ട് എനിക്ക് ഓടാൻ പറ്റത്തില്ല. കാരണം ഐ എം അണ്ടർ അറസ്റ്റ്. ഓ കമോൺ. ആരെയും മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. മറ്റുള്ളവൻ കാണുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. മറ്റുള്ളവൻ പറയുന്നത് എനിക്ക് പറയാൻ കഴിയത്തില്ല. മറ്റുള്ളവൻ വികാരവും വിചാരവും ഉള്ളവനാണ്. പക്ഷേ ഐ എം അണ്ടർ അറസ്റ്റ്. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഹിതത്തിലല്ല, ഞാൻ ജീവിക്കുന്നത് അവൻ്റെ ഹിതത്തിലാണ്. അതുകൊണ്ട് thy kingdom come, thy will be done on this earth as it is in heaven. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഓ, ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ സന്തോഷമാണ് ബ്രദറെ. ഈ ആരാധന തീരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം വീട്ടിലേക്ക് തിരിച്ച് കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഭ്രാന്തെടുക്കുന്ന അമ്മച്ചി പറയുന്നു. സത്യം പറയുന്നു, ഒരു അമ്മച്ചിയെങ്കിലും ഉള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ. കാരണം എൻ്റെ വീട് നരകം പോലെയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ സന്തോഷം. അതുകൊണ്ടല്ലയോ ഞാൻ ചിലപ്പോൾ 2 സർവീസിന് അറിയാതെ ഇരുന്ന് പോകുന്നേ. കാരണം വീട് മുഴുവൻ നരകമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നല്ലൊരു സൂത്രവാക്യം പറയാം, ദൈവഹിതത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവഹിതത്തിൽ ജീവിക്കുന്ന നരകത്തിലല്ല, ദൈവഹിതത്തിൽ ജീവിക്കുന്നവന് പറയും, ഞാൻ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. കഷ്ടമായിരിക്കാം,
ബന്ധനമായിരിക്കാം, കപ്പൽ ഛേദമായിരിക്കാം, കല്ലേറായിരിക്കാം, ജയിലായിരിക്കാം. പക്ഷെ പുറമേ ഉള്ളതായ ഈ കല്ലേറും, പുറമേ ഉള്ളതായ ഈ കഷ്ടതയും എൻ്റെ അകത്ത് ഞാൻ അറിയുന്നേ ഇല്ല. ഞാൻ അകത്ത് അനുഭവിക്കുന്നത് സ്വർഗമാണ്. സിനിമ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവെ ക്ഷമിക്കണമേ. കള്ളം പറയുന്ന ഒരുപാട് പാർട്ടികൾ വന്നിട്ടുണ്ട്. സിനിമ കാണുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഡോക്യുമെൻ്ററി കാണുന്നവർ. ദ 33 വീട്ടിൽ പോയി കണ്ടാട്ടെ. ദ 33 സിനിമ കാണാൻ പറയുന്ന ഒരു പാസ്റ്ററെങ്കിലും കണ്ടല്ലോ. അടുത്ത ഞായറാഴ്ച എല്ലാവരും കൂട്ടിക്കൊണ്ടുവരണേ. ദ 33, ദ 33 എന്നു പേരുള്ളതായ ഒരു ഫിലിമുണ്ട്. ട്രൂ സ്റ്റോറി. ചിലി എന്ന് പറയുന്നതായ രാജ്യത്ത് മൈൻസിൽ ജോലി ചെയ്യുന്ന 33 പേർ. ചിലർ പാസ്റ്റേഴ്സ് ആയിരുന്നു, മുക്കോരം പേർ വിശ്വാസികളായിരുന്നു, 2-3 പേർ അവിശ്വാസികളായിരുന്നു. സ്തോത്രം. മൈനിടിഞ്ഞ് ആ മൈനകത്ത് അവരായിപ്പോയി. 69 ദിവസമാണ് ആ മൈനുള്ളിൽ അവർ കിടന്നത്. എങ്ങനെ ഇരിക്കും ഒന്ന് ചിന്തിക്കുക. സ്തോത്രം. മണ്ണിടിഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാതെ 3 കിലോമീറ്ററോളം ആഴത്തിൽ ഭൂമിക്കടിയിൽ മൈനിൽ കുടുങ്ങി കിടക്കുക. ആർക്കാണ്ട് ശ്വാസം മുട്ട് വരുന്നത് പോലെ തോന്നി എനിക്ക്. മൈനിടിഞ്ഞ് സ്തോത്രം 3 കിലോമീറ്റർ ആഴത്തിൽ 69 ദിവസം അവർ കിടക്കുകയാണ്. ലോകം മുഴുവൻ കാത്തിരുന്നു അവരെങ്ങനെയാ പുറത്തു വരുന്നത്. കാനഡ, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പോലും മിഷൻസ് കടന്നുപോയി, മിഷണറീസ് കടന്നുപോയി, സ്തോത്ര മെഷീൻസ് കടന്നുപോയി അവരെങ്ങനെയെങ്കിലും പുറത്തെടുക്കാൻ. 69 ദിവസം അവർ ഉള്ളിൽ കിടന്നു. പക്ഷേ അവരുടെ സാക്ഷ്യം ഇതാണ്. കേക്ക്. എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ അവരെണ്ണി നോക്കും. സ്തോത്രം. 33 പേരുണ്ടോ എന്നവൻ അവർ എണ്ണി നോക്കും. പക്ഷെ മിക്കവാറും ദിവസങ്ങളിൽ അവർ എണ്ണുമ്പോൾ അവർക്ക് മനസ്സിലായത് 33 അല്ല 34 പേരുണ്ട്. എണ്ണുമ്പോൾ മിക്കവാറും ദിവസങ്ങൾ അനുഭവിച്ചത് 33 പേരല്ല 34 പേർ. 34 പേർ കിടക്കുന്നത് കുഴിയിലായിരിക്കാം കുട്ടി. ഏറ്റവും വലിയ കണ്ണുനീർ താഴ്വയിലായിരിക്കാം, ഏറ്റവും പരിഹാസത്തിലായിരിക്കാം, ഏറ്റവും വലിയ തീച്ചുളയിലായിരിക്കാം. കേട്ടിട്ടില്ലേ? 1, 2, 3 dos tres പോർച്ചുഗീസാണ്. dos tres സ്പാനിഷാണ്. 1, 2, 3 എക്തോത്തീൻ 1, 2, 3 ശത്രുക്ക മേശക്ക് അപേദനഹോവ് നെബൂഖദ്നേസർ. നോ 3 അല്ല, എണ്ണം തെറ്റി. 3 അല്ല. ഞാൻ പ്രവചിച്ചു പറയുന്നു, നിന്നെ തുറിച്ചു നോക്കുന്ന ശത്രു നിന്നെ നോക്കി പറവാൻ പോകുന്നു. നീ ഒറ്റക്കല്ല, സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഓ കമാൻ, ഹല്ലേലൂയ. നിന്റെ മിത്രങ്ങളല്ല, നിന്റെ സുഹൃത്തുക്കളല്ല, നിന്റെ ബന്ധുക്കളല്ല, നീ തകരണമെന്ന് കാത്തിരിക്കുന്നവർ, നിന്നെ പൊളിക്കണമെന്ന് കാത്തിരിക്കുന്നവർ നിന്നെ നോക്കി വിളിച്ചു പറവാൻ വേണ്ടി പോകുന്നു. നീ ഒറ്റക്കല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആരാധിക്കുക. അതുകൊണ്ട് let us fight for the will of God. ദൈവഹിതത്തിൽ ജീവിച്ചാണ്. ദൈവഹിതത്തിൽ. അതോ കേൾക്കുന്നു ഞാൻ ഗദശമന തോട്ടത്തിലെ പാപിയാമി എനിക്ക് നൊന്ത് അലറിയിടുന്ന പ്രിയന്റെ ശബ്ദം. ആ പാട്ട് കേട്ടിട്ടുള്ള കരങ്ങളെ ഉയർത്തിയാണ്. അതോ കേൾക്കുന്നു ഞാൻ ഗദശമന തോട്ടത്തിൽ. അപ്പച്ചാ ആരൊക്കെയുണ്ട് ഇപ്പൊ ഗദശമനയിൽ? ആരുമില്ല സുരേഷേ, ആരുമില്ല. അപ്പം നിന്നവരൊക്കെ എന്ത് എല്ലാം പോയില്ലേ? അനുഭവിച്ചിട്ടെല്ലാം വിട്ടുപോയി. ആ ഭൂതത്തെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി പ്രസംഗിച്ച് നടന്ന മറ്റൊരു 70 പേര് അവർ പോയി. അവരെൻ്റെ നാമത്തിലെല്ലാം ചെയ്തത്, പക്ഷെ അവരും പോയി. ആ 12 പേർ 9 ചെതറിപ്പോയി. 3 അപ്പുറത്ത് മാറിയിരുന്ന് ഉറങ്ങുന്നുണ്ട്. അവർക്ക് എന്നെ കാണാൻ കഴിയത്തില്ല, അവർക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. 3 അപ്പുറത്തുണ്ട്, അവർക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ ഓറിയുന്നില്ല കേട്ടോ, കാരണം ഒരുവൻ എന്നെ കാണുന്നുണ്ട്. ആ 3, 12, 70, 120 ഒന്നും എന്നെ കണ്ടില്ലെങ്കിലും എൽ റോയ് എന്നെ കാണുന്നവൻ കാണുന്നു, എന്നെ കാണേണ്ടവൻ കാണുന്നു. ഗർഷമന അത് വിൽ ഓഫ് ഗോഡാണ്.
ഹല്ലേലൂയ. നീ ഗെത്സമനിയിലായിരിക്കുമ്പോൾ ആരാണ്ട് പറയും ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു. നീ ഗെത്സമനിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൃപയില്ലാത്ത ആരോ പറയും ദൈവം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം വളരെ കൃത്യമായി ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ, ജീവിതം കൈവിട്ടു പോയെന്ന് പറയുന്നവരെ, ഏകരായി ഗെത്സമനിയിലൂടെ യാത്ര ചെയ്യുന്ന നിന്നെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, വില്ലഗാഡിലൊരു ഗെത്സമനിയുണ്ട്, വില്ലഗാഡിലൊരു ഗോൽഗോഥയുണ്ട്. തീർന്നില്ല, വില്ലഗാഡിലൊരു ഉയർപ്പുമുണ്ട്. അപ്പൊ ഞങ്ങൾ വേർക്കുന്നുണ്ടല്ലോ, ഞാൻ വേർക്കുന്നു. അയ്യോ, അങ്ങയുടെ വിയർപ്പ് രക്തത്തുള്ളിയാകുന്നല്ലോ. വിൽ ഓഫ് ഗോഡ്. ആർക്കുമില്ലാത്ത വിയർപ്പ്, ആർക്കുമില്ലാത്ത രക്തം, ആർക്കുമില്ലാത്ത ഉറച്ച നിലവിളി, ആർക്കുമില്ലാത്ത കണ്ണുനീര്. സ്തോത്രം. പക്ഷെ അവൻ പറയും ഞാൻ നിൽക്കുന്നത് എൻ്റെ ഹിതത്തിലല്ല. ആദ്യം പറഞ്ഞു ഒന്ന് നീക്കണമേ, രണ്ടാമത് വീണ്ടും പറഞ്ഞു ഒന്ന് നീക്കണമേ, ഈ പാനപാത്രം ഒന്ന് നീക്കണമേ. എലിയാവിനും എലീശയ്ക്കും മോശയ്ക്കും ദാവീദിന് വേറെ ആർക്കും ഇല്ലാത്ത ഈ പാനപാത്രം ഇപ്പം എൻ്റെ നേരെ വന്നിരിക്കുന്നു. വേറെ ആർക്കുമില്ലാത്ത പാനപാത്രങ്ങൾ, വേറെ ആർക്കുമില്ലാത്ത പാനപാത്രങ്ങൾ മുന്നിൽ വന്നിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. വേറെ ആർക്കുമില്ലാത്ത രോഗങ്ങൾ, നിന്ദകൾ, കാത്തിരിപ്പുകൾ, മുറിവുകൾ, വേദനകൾ, നിശബ്ദമായ കണ്ണുനീരുകൾ. പക്ഷെ ഫൈനലി അവൻ പറഞ്ഞ എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങനെ. ഈ ഗെത്സമന ദാവീദിന് വന്നിരുന്നെങ്കിൽ ഹാർട്ട് അറ്റാക്കായി തട്ടിപ്പോയേനെ. ഈ ഗെത്സമന എലിയാവിനോ എലീശയ്ക്കോ വന്നിരുന്നെങ്കിൽ സ്ട്രോക്ക് വന്ന് അടിച്ചു പോയേനെ. വേറെ ആർക്കുമില്ലാത്ത നിന്നെ തേടി വരുമ്പോൾ മനസ്സിലാക്കണം, വേറെ ആർക്കുമില്ലാത്ത ബലം, അതിനെ ഓവർകം ചെയ്യേണ്ടതായ ബലം നിനക്കുണ്ട്. പാസ്റ്റർ രമേഷ് കോശി എൻ്റെ മുൻപിൽ ചില ജൈജാൻറ്റിക് സെർവൻസ് ഗാഡ് ഭയങ്കര ബലശാലികളിരിക്കുക. കാരണം ഇവർ വന്നത് ഓട്ടോയിലല്ല, ഇവർ വന്നത് ബസ്സിലല്ല, ഇവർ വന്നത് പെരുങ്കാറ്റിലാണ്, ഇവർ വന്നത് തീയിലൂടെയാണ്, ഇവർ വന്നത് പെരുവെള്ളത്തിലൂടെയാണ്. എന്നിട്ടും ഇവർ തൊലഞ്ഞു പോയില്ല, എന്നിട്ടും അവർ ആത്മഹത്യ ചെയ്തില്ല. സ്തോത്രം. അർദ്ധരാത്രിയിലും ഈ പുസ്തകം കെട്ടിപ്പിടിച്ചവർ വിളിച്ചു പറഞ്ഞു എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഈ ഇൻട്രഡക്ഷനോടെ ഇന്നത്തെ പ്രസംഗം ആരംഭിക്കട്ടെ. സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിൽ എന്താങ്ങളെ നടക്കുന്നത്? സ്വർഗത്തിൽ എന്താ നടക്കുന്നത്? സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്താ അങ്ങയുടെ ഇഷ്ടം? ഓ കമൺ, കേട്ടില്ല. നിങ്ങൾ വിശന്ന് പോയി, നിങ്ങൾ വാച്ച് നോക്കിപ്പോയി. കമൺ, ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ബോബസ്, സ്വർഗത്തിൽ എന്താ നടക്കുന്നത്? സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണ്. സ്വർഗത്തിൽ നടക്കുന്ന കച്ചവടമല്ല, സ്വർഗത്തിൽ നടക്കുന്ന കൊച്ചു വർത്തമാനമല്ല. സ്വർഗത്തിൽ മറ്റേ ഫോൺ എടുത്തിട്ട് പറ പറ, നോ, ഇതല്ല സ്വർഗത്തിൽ നടക്കുന്നത്. 3 പേരെ തൊട്ട് പറഞ്ഞ സ്വർഗത്തിൽ ആരാധന മാത്രമാണ്. പെട്ടെന്ന് പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹോളി 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 ആർ യു ലോർഡ്. Holy, holy, holy are you, Lord. Elders and angels bow, the redeemed worship you now. Holy, holy, holy are
are you Lord. ഇന്ന് പകൽ ചർച്ചിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിയാടെ. ഹോളി 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 ആർ യു ലോർഡ്. സഭയിൽ അനുഭവിക്കുന്ന നിന്റെ വീട്ടിൽ നീ അനുഭവിക്കാൻ പോവാ. ഹോളി 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 ആർ യു ലോർഡ്. Elders and angels bow, the redeemed worship you now. Holy, holy, holy are you Lord. ഒന്നോ രണ്ടോ ദൂതന്മാരല്ല, 1000 1000 10,000 10,000. വെളിപ്പാടുകാരൻ യോഹന്നാൻ ഇതുപോലെ ഒരു ഞായറാഴ്ച ഖത്തർ ദിവസത്തിൽ ഒറ്റയ്ക്ക്, ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഒറ്റയ്ക്ക് പത്മോസിൽ കിടന്നപ്പോൾ അവൻ കണ്ടു 1000 1000 10,000 10,000 1000 1000 10,000 10,000 എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ ദൂതന്മാർ ദൈവത്തെ ആരാധിച്ച് പറയുന്നു, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യെശയ്യാ 6:3, വെളിപ്പാട് 4:2 വേദഭാഗം ഒരുപോലെ പറയുന്നു, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഒരിക്കൽ കൂടെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആന്റണി മാമ്പള്ളിയ ഉൾപ്പെടെയുള്ളവർ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗത്തിൽ പോലെ ഭൂമിയിൽ. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ അന്തരീക്ഷം ഇന്ന് കർത്താവ് മാറ്റുക. അവിടുത്തെ ശാപം പൊട്ടിയിരിക്കണം, അവിടുത്തെ ബന്ധനം തകർന്നിരിക്കണം, അവിടുത്തെ തർക്കവും വാദ്യവും ഉടഞ്ഞിരിക്കണം, അവിടെ ഇടക്കിടക്ക് പാമ്പഴയുന്ന ആ സർപ്പശാപം യേശുവിന്റെ നാമത്തിൽ തകർന്നിരിക്കണം. ആ ചുറ്റുപാടിൽ നിന്ന് കടന്നു വരുന്ന പോരുകൾ, വരത്തു പോക്കുകൾ, പോക്ക് വരവുകൾ സകലത ഇന്ന് പകൽക്കാലം മാറിയിരിക്കണം. കാരണം ഹോളി 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 ആർ യു ലോർഡ്. ഹോളി 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 are you Lord. Elders and angels bow, the redeemed worship you now. Oh yes, holy 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 are you Lord. ഒന്നാമത്തെ ശബ്ദം സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യെശയ്യാ 6:3 വീട്ടിൽ പോയി വായിച്ചു നോക്ക്. രണ്ടാമത്തെ ശബ്ദം പറയട്ടെ, സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ. സ്വർഗത്തിൽ എന്താ നടക്കുന്നത്? രണ്ടാമത് സ്വർഗത്തിൽ നടക്കുന്നത്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. വെളിപ്പാട് 5:12, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ശബ്ദം ഉയർത്തി പറഞ്ഞ മക്കളെ, എന്താണ്? കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഇത് പറഞ്ഞു വിടാനുള്ളതല്ല, ഇത് പ്രാക്ടിക്കലാണ്. വീട്ടിൽ ചെന്ന എല്ലാ റൂമിലും കയറി ഇറങ്ങി നടന്ന് പറയണം. എപ്പോഴും പറയണം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, ഉച്ചയ്ക്ക് മുമ്പ്, ഉച്ചയ്ക്ക് ശേഷം, അർദ്ധരാത്രി, എല്ലാ നേരവും പറയണം, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആമേൻ. സർവശക്തിയുള്ള കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമ്പർ 2, രണ്ടാമത് പറയേണ്ടത്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ദേശാധിപതിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടാകട്ടെ, വിളിച്ചു പറഞ്ഞാട്ടെ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. കമാൻ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. നീ ഇവിടെ വന്ന് ഈ ചർച്ചിനകത്ത് കയറിയത് ആ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ്. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയത് കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ്. നിന്റെ മക്കൾ എണ്ണത്തിൽ കുറയാത്തത് കുഞ്ഞാട് അറുക്കപ്പെട്ട സിംഹാസനത്തിൽ വാഴുന്നത് കൊണ്ടാണ്. കമാൻ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. വെളിപ്പാട് 5:12, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഓ, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വം സ്തോത്രം ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. പാസ്റ്റർ അല്ല യോഗ്യൻ, ഡീക്കൻ അല്ല യോഗ്യൻ, വേറെ ഒരുത്തനും അല്ല യോഗ്യൻ. ഇന്ന് പകൽക്കാലം സകല സ്തുതിക്കും ബഹുമാനത്തിനും യോഗ്യനായവൻ ഒരുവൻ മാത്രമാണ്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. കമാൻ കമാൻ കമാൻ. ആരെങ്കിലും നന്നായി കരങ്ങൾ അടിക്കുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു പോയി. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ട. മക്കളെ എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഒരിക്കൽ കൂടെ കേട്ടില്ല, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു.
ശബ്ദം ഉയർത്തി പറഞ്ഞേ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു. വീണ്ടും പറഞ്ഞാട്ടെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു. മൂന്നാമത്തെ ഒരു ശബ്ദം കൂടെ പറഞ്ഞേ, ഞാൻ ആശീർവാദം പറയട്ടെ. മൂന്നാമത്തെ ശബ്ദമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ. മൂന്നാമത്തെ ശബ്ദമാണ് ഹല്ലേലൂയ. എന്നെ കളിയാക്കിയ ക്ലാസ്സിലും സ്കൂളിലും കോളേജിലും ഒക്കെ പലരും പറയുന്നു ഹല്ലേലൂയ. ദാ ഹല്ലേലൂയ പോകുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ പറയണം, യെസ്, ഞാൻ എപ്പോഴാണ് ഹല്ലേലൂയ പറയുന്നത്? സ്വർഗം ഭൂമിയിൽ ഞാൻ അനുഭവിക്കുകയാണ്. എപ്പോഴാണ് ഹല്ലേലൂയ പറയുന്നത്? ഞാൻ സ്വർഗത്തെ തൊടുകയാണ്. സ്വർഗത്തെ ഞാൻ ഭൂമിയിൽ ഇറക്കുന്നു. സ്വർഗത്തെ ഞാൻ ടച്ച് ചെയ്യുന്നു. സ്വർഗത്തെ ഞാൻ ടച്ച് ചെയ്യുന്നു. ആരാധിക്കുന്നവന് പറയും, ആരാധിക്കുന്നവന് പറയും, സ്തോത്രം, ടച്ചിങ് ഹെവൻ, ചേഞ്ചിങ് എർത്ത്. കേട്ടില്ല കേട്ടില്ല. ആരാധിക്കുന്നവന് പറയും, ടച്ചിങ് ഹെവൻ, ചേഞ്ചിങ് എർത്ത്. ഹല്ലേലൂയ hallelujah, for the Lord God Almighty reigns.